അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും മറ്റ് പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും അനിവാര്യമായി മനുഷ്യ സമൂഹം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കേണ്ടുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സുപ്രധാന വിഷയത്തിലാണ് യാതൊരു ഭൗതിക താല്പര്യങ്ങളുമില്ലാതെ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളുമായി കേരളത്തിലെ മുസ്ലിം നവോത്ഥാന മുന്നേറ്റമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധക സംവിധാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുടനീളം അശാന്തിയുടെ വാർത്തകൾ, സങ്കടങ്ങളുടെ വാർത്തകൾ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ 1900 സംരക്ഷണ നിയമത്തെ മറികടന്നുകൊണ്ട് ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന കാര്യത്തിൽ രാജ്യത്ത് ഫാസിസ്റ്റുകളല്ലാത്ത എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വരെ വ്യാപിപ്പിച്ചുകൊണ്ട് ആസൂത്രണങ്ങൾ നടക്കുമ്പോൾ യുവസമൂഹം മയക്കുമരുന്നിൻ്റെയും അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നാലെ അഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിനെ കാച്ചിക്കളയുന്ന കൊലപാതകങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ ലിസ്റ്റിനപ്പുറത്ത് എന്തുണ്ട് പരിഹാരം എന്നതിൻ്റെ ഉത്തരം ദാഹത്തോടുകൂടി സമൂഹം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ പരിഹാരം, ആ പരിഹാരത്തിൻ്റെ വർത്തമാനം മനുഷ്യർക്ക് പറയുക സാധ്യമല്ല. മനുഷ്യരനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളുടെ പരിഹാരം മനുഷ്യർക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയാനുമുണ്ട് ഒരു കാരണം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ബുദ്ധിക്ക് പരിമിതിയുള്ള മനുഷ്യൻ
ഒരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ, ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, ഒരു തത്വം രൂപീകരിക്കുമ്പോൾ അതിന് ന്യൂനതകൾ ഉണ്ടാകും. 2 പൂച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തുന്നു. അദ്ദേഹം ഒരു വലിയ കൂട് കൊണ്ടുവച്ചു. ആ കൂടിനൊരു വലിയ ദ്വാരവും ഒരു ചെറിയ ദ്വാരവും ഉണ്ടാക്കി. ഇന്ന് അദ്ദേഹം പറഞ്ഞു, വലിയ ദ്വാരം വലിയ പൂച്ചക്ക് പ്രവേശിക്കാൻ, ചെറിയ ദ്വാരം ചെറിയ പൂച്ചക്ക് പ്രവേശിക്കാൻ. സ്കൂൾ പ്രായത്തിലുള്ള ഒരു കുട്ടി ചോദിച്ചു, അല്ല സർ, ഈ വലിയ ദ്വാരത്തിലൂടെ തന്നെ വലിയ പൂച്ചയും ചെറിയ പൂച്ചയും പ്രവേശിക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ല. ഒരു വലിയ ശാസ്ത്രജ്ഞന് പറ്റിയ ഒരു കുട്ടിയുടെ മുമ്പിൽ തോറ്റുപോയ അബദ്ധമാണിത്. അഥവാ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന പരിഹാരം മനുഷ്യന് പറയാൻ സാധ്യമല്ല. മുതലാളിത്തം എന്ന ആശയത്തെ നാം മുന്നിലെടുക്കുക. അമേരിക്കൻ ഗ്രാമങ്ങളിലേക്ക് പോലും ദാരിദ്ര്യം പടർന്നു പിടിക്കുമ്പോൾ ആ മുതലാളിത്തം തകർന്ന് തരിപ്പണമായത് എന്തുകൊണ്ട്? അതിൻ്റെ അടിസ്ഥാന കാരണം എത്രയും സമ്പാദിക്കാം, എങ്ങനെയും സമ്പാദിക്കാം, ആ സമ്പാദിക്കുന്നതിലെ ധാർമ്മികതയും നൈതികതയും പ്രശ്നമല്ല, പണമുണ്ടാക്കിയാൽ മതി എന്ന ഒരിക്കലും പ്രകൃതി യോജിക്കാത്ത ഒരു വിഷയം അതിൽ വന്നപ്പോൾ മുതലാളിത്തം തകർന്നടിഞ്ഞുപോയി. കമ്മ്യൂണിസം, മാർക്സിസം നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല, മറിച്ച് കമ്മ്യൂണിസം എന്ന ആദർശം, മാർക്സിസം എന്ന ആദർശം എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? അത് മാർക്സിന്റെയും ഏംഗൽസിന്റെയും കുഴപ്പമല്ല. മാർക്സും ഏംഗൽസും മനുഷ്യരാണ് എന്ന പരിമിതിയാണ്. അഥവാ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ പരിഹാരമുണ്ടാക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ എവിടുന്ന് കിട്ടും ഈ പരിഹാരം? ആ പരിഹാരം മനുഷ്യാരംഭം മുതൽ ഇവിടെയുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മാനവരുടെ പ്രവാചകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകനും പരിചയപ്പെടുത്തിയത്. ആ പ്രവാചകന്റെ കാലം മുതലല്ല പരിഹാരം തുടങ്ങിയത്. അഥവാ ആ പരിഹാരം മനുഷ്യാരംഭം മുതലുണ്ട്. ആ പരിഹാരത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അത് പേരുകൊണ്ട് കിട്ടില്ല, അത് ഗോത്രം കൊണ്ടും കുടുംബം കൊണ്ടും കിട്ടില്ല. മറിച്ച് സൃഷ്ടാവിൻ്റെ പരിഹാരം. നമ്മുടെ വീട്ടിലേക്കൊരു ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടുവന്നു എന്ന് കരുതുക. ആ ഉപകരണം പലപ്പോഴും കമ്പനി നമ്മുടെ വീട്ടിലേക്ക് ആളെ അയക്കും. അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ. അതിനു പകരം നാം തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം അതിനെ പ്രവർത്തിപ്പിച്ചാൽ അത് പെട്ടെന്ന് കേടുവന്നു പോകും. അപ്പോൾ ഒരു ഉപകരണം അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനിയാണ് പറയേണ്ടത്. അത് കേവലം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം. എന്നാൽ അത്ഭുതകരമായ സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യേകത, നന്നായാൽ ലോകത്ത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കാനും ജനങ്ങൾക്ക് അത്താണിയാകാൻ മാറാനും ഒരു മനുഷ്യന് സാധിക്കും. എന്നാൽ മോശമായാലോ മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്ക് പോലും അപകടമുണ്ടാക്കാനും മനുഷ്യന് സാധിക്കും. ഈ അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ നേരാം വണ്ണം നടത്താൻ ആർക്ക് കഴിയും? അതെ, അതിൻ്റെ ഉത്തരം ആരാണോ അവനെ സൃഷ്ടിച്ചത് അവനാണ് അവൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയേണ്ടത്. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ലോകത്തുള്ള മതങ്ങളെല്ലാവരും, ക്രൈസ്തവ മതമാകട്ടെ ജൂതമതമാകട്ടെ, ആവേശത്തോടുകൂടി ഞങ്ങളുടെ ആളാണ് എന്ന് പറയാൻ മത്സരിക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് തൻ്റെ ആദർശം സ്വീകരിക്കാത്ത, അവിടുന്ന് തന്നെ മനസ്സിലായി ഒരു പ്രവാചകന്റെ പിതാവായി എന്നതുകൊണ്ട് ആ ആദർശം ഉൾക്കൊണ്ടുകൊള്ളണം എന്നില്ല. ആ തൻ്റെ പിതാവിനോട് ലോകത്തുള്ള ധാർമ്മികത തച്ചുടക്കുന്ന അടിസ്ഥാനപരമായ വിഷയമാണ്
വിശ്വാസരംഗത്തുള്ള ജീർണത, ആ ജീർണത തൻ്റെ ആശയമാക്കി മാറ്റിയ ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു കാര്യം, വിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേരേയുള്ളൂ, ഒരേ ഒരു വനിതയുടെ പേരേയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ വനിതകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ പേര് പറഞ്ഞത് ഒരൊറ്റ സഹോദരിയുടെ പേര് മാത്രം. അത് മഹദിയായ മറിയം ബീവിയുടെ പേരാണ്. ആ മറിയം ബീവിയുടെ പേരിലാണ് 19-ാം അധ്യായം അതിലെ 43-ാമത്തെ ആയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നു, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, എനിക്കൊരറിവ് വന്നുപെട്ടിട്ടുണ്ട്. മാലം യഅതിക, അങ്ങേക്ക് വന്നുപെട്ടിട്ടില്ലാത്ത ഒരു അറിവ്, അങ്ങേക്ക് വന്നുപെട്ടിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഫത്തബിഅനി, അതുകൊണ്ട് ഉപ്പയായ അങ്ങ് മകനായ എന്നെ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? അഹ്ദിക സിറാത്തൻ സവിയ്യ, നേരായ ചൊവ്വായ പാതയിലേക്ക് അങ്ങേ വഴി നടത്താൻ എനിക്ക് സാധിക്കും. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ബുദ്ധിയിൽ നിന്ന് എടുത്ത് പിതാവിന് പറഞ്ഞു കൊടുക്കുകയല്ല, മറിച്ച് പ്രവാചകന് ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്നൊരറിവ് കിട്ടി, ആ അറിവ് അങ്ങ് പിൻപറ്റണം എന്നാണ് പറയുന്നത്. ആ അറിവാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനും പടച്ചവൻ കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാമും നമ്മുടെ ഉമ്മയും സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആഗ്രഹം അവർക്കുണ്ടായി. ആ സന്ദർഭത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞതെന്താ? നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നിശ്ചിതമായ കാലം താമസിക്കണം. അങ്ങനെ താമസിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള നേർമാർഗം, സന്മാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ആ നേർമാർഗത്തെ, സന്മാർഗത്തെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ സന്മാർഗം അഥവാ ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്നുള്ള സന്മാർഗം, ആ സന്മാർഗത്തിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു ഗോത്രത്തിന്റെ പേരല്ല, ഒരു നാടിന്റെ പേരല്ല, മറിച്ച് അതൊരാദർശത്തെ പ്രതിദാനം ചെയ്യുന്നു. ആ ലോകത്തിന്റെ സൃഷ്ടാവിനെ പിൻപറ്റി ജീവിക്കുന്നവന് പറയുന്ന പേരാണ് മുസ്ലിം. അഥവാ പേരുകൊണ്ട് അടിസ്ഥാനപരമായ ഒരാൾ മുസ്ലിം ആകുന്നില്ല എന്നർത്ഥം. മുസ്ലിമായ മാതാവിനും പിതാവിനും ജനിച്ചു എന്നതുകൊണ്ട് കാനേശുമാരിയിൽ മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം കണക്കിൽ വരുമെങ്കിലും ലോകത്തിന്റെ സൃഷ്ടാവിൻ്റെ അടുത്ത് അങ്ങനെ വന്നുകൊള്ളണം എന്നില്ല. അഥവാ ഒരാദർശമാണ് ഇസ്ലാം എന്നർത്ഥം. ആ ഇസ്ലാം ആദിമ മനുഷ്യൻ മുതൽ ലോകത്തവസാനം വരെയുള്ള മനുഷ്യർക്ക് ആ ഇസ്ലാം എത്താനുള്ള സംവിധാനം ഒന്ന് വേദഗ്രന്ഥങ്ങളാണ്. ആ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. നോക്കൂ, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ വിമർശകർ പോലും, ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നവർ പോലും പറയും അന്തിമ വേദഗ്രന്ഥം. അതിന്റെ അർത്ഥം എന്താ? അതിനു മുമ്പ് കുറെ വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തി കൊണ്ടുവന്ന അവസാന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഇത് രണ്ടുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ളതാണ്. പ്രവാചകനും ജനങ്ങളിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എന്ന വിഷയം അങ്ങാടിയിൽ വെച്ചത്. അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്കോ ഓഡിറ്റോറിയത്തിലോ ഒക്കെ വെച്ചാൽ മതിയല്ലോ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ് വിശുദ്ധ ഖുർആൻ, മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ് പ്രവാചക ചര്യ. സക്കരിയ എന്ന് പറയുന്ന കേരളത്തിൻ്റെ എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ പ്രവാചക ചര്യയെക്കുറിച്ച് പഠിച്ചു.
എന്നിട്ട് അദ്ദേഹം അതിശക്തമായ ഒരു എഴുത്ത് ചേകനൂർ മൗലവിക്കെതിരെ എഴുതി. അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷേ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ വായിച്ചു, പ്രവാചകചര്യയും വായിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ തത്വങ്ങൾ, ആശയങ്ങൾ പറയുന്നു, അതിൻ്റെ പ്രാവർത്തിക രൂപം പഠിപ്പിക്കുന്ന ഈ ഹദീസിനെയാണല്ലോ, പ്രവാചകചര്യയാണല്ലോ ചേകനൂർ തള്ളിയത് എന്ന് ഇസ്ലാം അല്ലാത്തൊരു വ്യക്തി ചേകനൂരിനെ വിമർശിച്ചത് ഒരു പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് മുതിർന്ന ആളുകൾ വായിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ വിശദീകരണമായ തിരുഹദീസ് അഥവാ പ്രവാചകന്റെ വിശദീകരണങ്ങൾ, ഈ അടിസ്ഥാനപരമായ ഈ പ്രമാണങ്ങൾ എന്താണ് മാനവ സമൂഹത്തോട് പറയുന്നത്? സൂറത്ത് ഹുജറാത്തിൽ 49-ാം അധ്യായത്തിലെ 13-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നോക്കൂ, മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ജനനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ എല്ലാ വിഭാഗീയതകളെയും തച്ച് തകർക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിനാണ് ഇന്ന കുടുംബം, ഇന്ന തറവാട്, ഇന്ന നാട്, ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ജനിച്ച മനുഷ്യർക്ക് ചില പ്രത്യേകതകളുണ്ട്. ചിലർ ഉന്നതരാണ്, ചിലർ ഉന്നത പദവിയിലാണ്. ആ ഉന്നതമാകുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ മാന്യന്മാരായിട്ടുള്ള, കൂടുതൽ ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിന്റെ സൃഷ്ടാവിനെ കൂടുതൽ സൂക്ഷിച്ചു ജീവിക്കുന്നവരാണ്. അഥവാ നന്മ തിന്മകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും എന്നിട്ട് നന്മയുടെ പക്ഷത്തിന് വേണ്ടി അധ്വാനിക്കുകയും തിന്മ ചെയ്യാതിരിക്കുകയും തിന്മക്കെതിരെ നിലകൊള്ളുകയും ചെയ്യുന്ന വിഷയത്തിൽ ഒരാൾ മറ്റൊരാളെക്കാളും മുകളിലാണെങ്കിൽ അയാൾക്കാണ് പദവി. അവിടെ കടുത്തവനെന്നോ വെളുത്തവനെന്നോ ഇന്ന കുടുംബത്തിൽ ജനിച്ചവനെന്നോ ഒരു പ്രത്യേകതയും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. മാത്രമല്ല, എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ചിലരെങ്കിലും അല്ലാഹു എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ദൈവം, യേശു എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവരുടെ ദൈവം, ശ്രീരാമൻ എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവരുടെ ദൈവം എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട്. എങ്കിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ കാണാം, അറബിയിൽ കാണാം. ആ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സ്ഥാനത്ത് കൊടുത്ത പരിഭാഷ, ഈശ്വരന് കൊടുത്ത പരിഭാഷ അല്ലാഹു എന്നാണ്. ഇനി ഈ വരാൻ പോകുന്ന ഞായറാഴ്ച കുർബാനകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമുള്ള കുർബാനകൾ ക്രൈസ്തവരുടേത്, അതിൽ നിരന്തരമായി അല്ലാഹു എന്ന പദം കേൾക്കാം. എന്താ കാര്യം? കർത്താവ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെയും ബൈബിളിൽ അറബി പരിഭാഷയിൽ നമ്മൾ കാണുന്നത് അല്ലാഹു എന്നാണ്. അപ്പോൾ അല്ലാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല, ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് സാക്ഷാൽ ആരാധ്യൻ. യഥാർത്ഥത്തിൽ ആരാധന സമർപ്പിക്കേണ്ട ആർക്കാണോ അവന് പറയുന്ന പേരാണ് അല്ലാഹു. ആ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സംസാരിക്കുന്നത് മനുഷ്യരോടാണ്. ഈ മനുഷ്യരോടുള്ള ഈ സംസാരം മാത്രം മതി. വർഗീയതയും വിഭാഗീയതയും ജാതി കോമര ആശയങ്ങളും പമ്പ കടക്കാൻ ഇത് മാത്രം മതി. അത് ആ ആയത്തിന്റെ ആശയങ്ങൾ
ലോകത്തിന്റെ പ്രവാചകൻ ആരാണോ ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നത് അവിടുന്ന് പ്രാവർത്തികമാക്കി. ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്ക, ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീന, ആ മദീനയിൽ ആ കേന്ദ്രങ്ങളിൽ ബാങ്ക് കൊടുക്കാൻ, ആദ്യമായൊരു ബാങ്ക് കൊടുക്കാൻ അവിടുന്ന് തെരഞ്ഞെടുക്കുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. കറുത്തവരിൽ കറുത്തവനായ, എന്നാൽ തഖ്വയുടെ കാര്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അവിടുത്തെ കാലടികൾ, സ്വർഗത്തിലെ കാലടികൾ ഞാൻ കേട്ടു എന്ന് പറയാൻ മാത്രം ഉന്നതനായ ആ കറുത്ത വർഗക്കാരനെ തന്റെ വെളുത്ത തോളിൽ കയറൂ ബിലാൽ, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയൂ അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ സാക്ഷാൽ ആരാധ്യൻ അവൻ ഉന്നതനാകുന്നു എന്ന് വിളിച്ചു പറയാൻ ധാരാളക്കണക്കിന് തറവാട്ടുകാരവിടെയുണ്ട്. ആ തറവാട്ടുകാരിൽ നിന്നും ഒരു കറുത്തവനെ ഉയർത്തി ഈ ആയത്തിൽ പറഞ്ഞ കാര്യം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ സംസാരം മുഴുവനും, വിശുദ്ധ ഖുർആന്റെ അഭിസംബോധന മുഴുവനും ജനങ്ങൾക്ക് മൊത്തമുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചക ചര്യ ജനങ്ങൾക്ക് മൊത്തമുള്ളതാണ്. അത് അംഗീകരിക്കുമ്പോൾ ആ ആശയത്തിന്റെ ആളായി, ആ ആശയത്തിന്റെ വക്താവായി അവർ മാറുമെന്ന് മാത്രം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും തീർന്നില്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനും. എനിക്കൊരാശയം ശരിയാണെന്ന് മനസ്സിലായാൽ ആ ആശയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ക്ഷണിക്കാം, പക്ഷേ നിങ്ങളെ നിർബന്ധിക്കരുത്. നിർബന്ധവും പ്രലോഭനവും പാടില്ല. അതുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ അവരുടെ ലഘുലേഖകൾ കൊടുത്ത് അവരുടെ ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു, ക്രൈസ്തവരറിയിക്കുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി ഡോർ ടു ഡോർ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വീടുകളിൽ പോയി ഇതാ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, കൂടുതൽ പഠിക്കാൻ നിങ്ങൾ പുതിയ പാലത്ത് പരിപാടിക്ക് വരിക എന്ന് എല്ലാ വീടുകളിലേക്കും ചെന്ന് പറയാനുള്ള പെർമിഷൻ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അത്രയും നമുക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം രാഷ്ട്രീയമായ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ആശയപരമായ വിവാദങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. എത്രയധികം പത്രങ്ങൾ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പറയുന്നു മനുഷ്യന്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഈ വിശുദ്ധ ഖുർആനെ വിമർശിക്കാനെങ്കിലും ഒരു പ്രാവശ്യം വായിക്കണമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രവാചക ചര്യയിൽ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഒറിജിനിൽ നിന്ന് തന്നെ ആ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇനി മുസ്ലിം സഹോദരങ്ങളോടോ, മുസ്ലിം സമൂഹത്തിൽ ഈ കോഴിക്കോടിൻ്റെ വിരിമാറിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട്, ഇവിടെ വെച്ച് മുസ്ലിം സംഘടനകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, അതിൻ്റെ വലിയ വലിയ പരിപാടികളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാടാണിത്. 1930കളിൽ പാസാക്കിയ ഒരു പ്രമേയം, അതേപോലെ തന്നെ അതിനുശേഷം ഈ സമൂഹത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ യാതൊന്നിൻ്റെയും അർത്ഥം പഠിക്കൽ മുസ്ലിങ്ങൾക്ക് പാടില്ല. ഓതൽ തന്നെ ഫാത്തിഹയാണ് നിർബന്ധം. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ മാത്രമല്ല, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എന്ന് പറയുന്ന സമസ്തയുടെ മുഷാവർ അംഗമായിരുന്ന, വിദ്യാഭ്യാസ ബോർഡിന്റെ അമരക്കാരനായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയപ്പോ സമസ്ത പറഞ്ഞു KV കുഫ്രിലേക്കാണ് പോയത്, അവിശ്വാസത്തിലേക്ക്, നിഷേധത്തിലേക്കാണ് പോയത് എന്ന് പറഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. അതോർക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല, അത് ചിന്തിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നിന്നും വിശുദ്ധ ഖുർആൻ, ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രായമുള്ള കാരണവന്മാർക്ക് ഒരു വാചകമുണ്ട്, ഖുർആൻ ക്ലാസ്സിലാക്കപ്പോര്, ഖുർആൻ ക്ലാസ്സിലാക്കാണ്. ഖുർആൻ ക്ലാസ്സിന് പരിഹസിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു സംസാരം വരെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് ഒരു കാര്യത്തിൽ മുസ്ലിം സമൂഹം യോജിച്ചു. ഏതാണ് ആ കാര്യം?
വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയാകാം. അൽഹംദുലില്ലാ, കാന്തപുരം വിഭാഗത്തിന്റെ അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ വരെ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഇറക്കി. കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇറക്കി. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇറക്കുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ ആ വിഷയം തീർന്നു. അപ്പോൾ എനിക്ക് പറയാം, കോഴിക്കോട് വലിയ ഖാദിയുടെ പരിഭാഷ നമ്മുടെ നാട്ടിലെ മുഴുവൻ സമസ്ത പള്ളികളിലും ജനങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും കൊടുക്കാമല്ലോ. കാരണം അതിൻ്റെ മുഖകുരയിൽ പറയുന്നുണ്ട്, സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനാണ് ഈ പരിഭാഷ ഇറക്കിയത്. മാത്രമല്ല അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് സമസ്തയുടെ അന്നത്തെ ഭാരവാഹികളാണ്. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആൻ മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണെങ്കിൽ, ആ വിശുദ്ധ ഖുർആൻ പഠിക്കൽ നമ്മുടെ ബാധ്യതയാണെങ്കിൽ പഠിക്കാനുള്ള മാർഗം എന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും പഠിക്കുന്നവർക്ക്, ഉറ്റാലോചിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. സൂറത്ത് ഖമറിൽ 4 പ്രാവശ്യമാണ് ഈ ആയത്ത് ആവർത്തിച്ചത്. പഠിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ വിദ്യാർത്ഥികളാകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നിലപാടുകളിലേക്ക് അത് വരണം. ആ നിലപാടുകളുടെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. ഉദാഹരണം, നമ്മുടെ നാട്ടിലൊരു മുസ്ലിം വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വീട്ടുകാരിലേക്ക് വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് ഇതിൽ നോക്കിക്കോളൂ. ആ മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഫഅഖ്ബറഹു, ഖബറിൽ വെക്കണം, ഖബറടക്കണം എന്ന ആശയമല്ലാതെ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. മയ്യത്ത് നമസ്കാരം, അതേപോലെ തന്നെ കഫൻ ചെയ്യൽ, അതേപോലെയുള്ള കാര്യങ്ങളൊന്നും വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. അതാര് കാണിക്കും? ഫഅഖ്ബറഹു തുടങ്ങിയ മരണശേഷമുള്ള കാര്യങ്ങൾ ഏതൊരു തിരുനാവിലൂടെയാണോ നമ്മൾ കേട്ടത്, അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി മരണമാസന്നമായ സന്ദർഭത്തിൽ ആ മരണ വീട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആ സ്വഹാബി മരണാസന്നനാണ് എന്ന് മനസ്സിലായ ഉടനെ അവിടുന്ന് ആ സ്വഹാബിയുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുകയാണ്. ആ വീട്ടുകാർ സ്വാഭാവികമായും മരണത്തിലേക്ക് തൻ്റെ ഉറ്റ ബന്ധു പോയി എന്നറിയുമ്പോൾ അവർ ഉറക്കെ കരയാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയരുത് എന്ന് പറഞ്ഞില്ല. അത് മനുഷ്യ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങൾ അട്ടഹസിക്കരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ യുഅമ്മിനൂനൽ മലായിക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയും. എനിക്കിനി ആരുല്ലോ ആമീൻ, ഇനാരുണ്ടാവില്ല. അങ്ങനെ മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് അവിടെയുള്ള നിയമങ്ങളെല്ലാം ആ മരണ സന്ദർഭത്തെ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആനെ നാം സമീപിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ പ്രായോഗികമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനേക്കാൾ ധാരാളമായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമുക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും, അതുകൊണ്ടാണ് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും മടക്കുക. അഥവാ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചക ചര്യയിലേക്കും മടക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപിടച്ചു പോകും. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അത് രണ്ടും അടിസ്ഥാന പ്രമാണങ്ങളാണ്. അത് രണ്ടും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടവയാണ്. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, നിങ്ങളുടെ സഹോദരൻ അഥവാ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവരല്ല, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. വഹയിൽ ഒന്നാം സ്ഥാനം വിശുദ്ധ ഖുർആനിനാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാണ്. അലിഫ് ലാം മീം എന്നോദിയാൽ പ്രവാചകൻ പഠിപ്പിച്ചു 3 കൂലിയല്ല, ചുരുങ്ങിയത് 30 കൂലിയാണ്. അത്രയും പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആനിനുള്ളത്. എന്നാൽ ഹദീസിലെ 3 വാചകങ്ങൾ 3 അക്ഷരങ്ങൾ ചേർത്താൽ 30 കൂലി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഹദീസും വഹയാണ്, ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്. ഇത് രണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഒരേ സ്ഥാനത്താണോ? അല്ല. സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്തും ഹദീസ് 2-ാം സ്ഥാനത്തുമാണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, ഇസ്ലാമിന്റെ തെളിവ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. ഉദാഹരണം, വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുന്നൂറിലെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വ്യഭിചരിച്ച ആണിനെ പെണ്ണിനെ 100 അടിയടിക്കണം. എന്നാൽ നമ്മളെല്ലാവരും ഖുത്ബ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു എന്ന വിവാഹിതൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് വ്യഭിചാരം സംഭവിച്ചു പോയപ്പോൾ അദ്ദേഹം എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ പ്രവാചകരിൽ നിന്നും ഏറ്റുവാങ്ങി. അപ്പോൾ വൈരുദ്ധ്യമല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നു 100 അടി അടിക്കുക, 24-ാം അധ്യായം 2-ാമത്തെ ആയത്ത് ഹദീസിൽ വന്നിരിക്കുന്നു എറിഞ്ഞു കൊല്ലുക. ഇത് തന്നെയാ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ കേരളത്തിലെ അഹ്ലുസുന്ന ചേകനൂരിന് മറുപടി കൊടുത്തു. ദീൻ പഠിക്കണമെന്നാണ് മറുപടി കൊടുത്തത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവിവാഹിതരുടെ ശിക്ഷയാണ്. അവിവാഹിതനായ ഒരാണോ പെണ്ണോ വ്യഭിചരിച്ചാൽ ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് ആ കോടതിയുടെ മുമ്പിൽ വിഷയം വന്ന് കോടതി നിശ്ചയിക്കുന്നതനുസരിച്ച് അവിടെ ശിക്ഷ നടപ്പാക്കും. എന്നാൽ വിവാഹിതരുടെ ശിക്ഷ ഹദീസിലാണ് വന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലാസ്റ്റ് എഡിഷൻ അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും. ഈ 2 അടിസ്ഥാന പ്രമാണങ്ങൾ, അവയുടെ സ്ഥാനം, നമ്മുടെ ജീവിതവുമായി അതിനുള്ള ബന്ധം ഓരോ വിശ്വാസിയും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം ആ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അഥവാ ഇസ്ലാമികമായ നിയമങ്ങൾ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നാം സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആനിനോടൊപ്പം പ്രവാചകചര്യ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ എന്ന സത്യമാണ്. അവിടെയാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമം, അത് നമ്മുടേത് പോലെയുള്ള രാജ്യങ്ങളിൽ മഹല്ല് കമ്മിറ്റികൾക്ക് നടപ്പാക്കാനുള്ളതല്ല. മറിച്ചൊരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ളിടത്ത് ആ ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള കോടതിയുടെ മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കോടതിയാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്. അങ്ങനെ നടപ്പാക്കുന്ന ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്തുന്നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യം, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും 100 അടിയടിക്കുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഇവിടെ അന്ന് ചേകനൂർ മൗലവി ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതാ വിശുദ്ധ ഖുർആനിൽ വ്യഭിചരിച്ച ആണിനെ പെണ്ണിനെ 100 അടിയടിക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഹദീസ് ഉയർത്തിപ്പിടിച്ചു. എന്നാൽ ഹദീസിൽ പറയുന്നു, മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വ്യഭിചാരമാകുന്ന അബദ്ധം സംഭവിച്ചു പോയപ്പോൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നു എന്ന്. 100 അടിയടിക്കാൻ വിശുദ്ധ ഖുർആനും എറിഞ്ഞു കൊല്ലണമെന്ന് ഹദീസും. ഇത് വൈരുദ്ധ്യമല്ലേ? മതത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠിക്കാൻ അവസരം ലഭിക്കാത്ത സാധാരണക്കാർ കൺഫ്യൂഷനിലായി. അന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും ആശയങ്ങളെ
പ്രവാചകനും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും മുമ്പിൽ ആ വിഷയം പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. തെളിവുകൾ നിരത്തിക്കൊണ്ട് നാം സമർത്ഥിച്ചു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവിവാഹിതരുടെ ശിക്ഷയാണ്. വിവാഹം കഴിക്കാത്ത ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ അവർക്കുള്ള ശിക്ഷ പരസ്യമായി അവരെ 100 അടി അടിക്കലാണ്. എന്നാൽ വ്യഭിചരിച്ച വിവാഹം കഴിഞ്ഞ ഒരാണോ പെണ്ണോ വ്യഭിചരിച്ചാൽ അവർക്കുള്ള ശിക്ഷയുള്ളത് വിശുദ്ധ ഖുർആനിലല്ല, ഹദീസിലാണ്. അപ്പോൾ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രം പോരാ, ഹദീസ് കൂടി വേണം. അതാണ് അടിസ്ഥാന പ്രമാണം. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഒരേ സ്ഥാനത്താണോ? ഉത്തരം സ്ഥാനത്തിന്റെ കാര്യത്തിൽ, ദറജയുടെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്തും ഹദീസ് 2-ാം സ്ഥാനത്തുമാണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, തെളിവ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. വിശുദ്ധ ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. ദറജയുടെ കാര്യത്തിൽ, സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്ത്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, ഇസ്ലാമിലെ തെളിവ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. അതാണ് തറക്തു ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞ ശേഷം ലൻ തളില്ലു എന്നാ പിന്നെ പറയുന്നത്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിടച്ചു പോവുകയില്ല. അഥവാ അത് രണ്ടും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപിടച്ചു പോകുമെന്നർത്ഥം. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുവാനാണ് ജൂതലോബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഈ പാഠം ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണം. കാരണം അവൻ്റെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ഹദീസ് എന്ന് കേൾക്കുമ്പോൾ ഒരു 2-ാം സ്ഥാനത്തേക്ക് ഇബ്ലീസ് ആ ഹദീസിന് ഹദീസല്ലേ എന്ന നിലപാട് സ്വീകരിപ്പിക്കാൻ ഇബ്ലീസ് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വഴിപടവിന്റെ അടയാളമാണ് എന്ന് ആരാ പഠിപ്പിച്ചത്? തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിവെച്ചു പോവുകയില്ല. അപ്പോൾ പലരുടെയും സംശയങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ കാര്യം മുസ്ലിം സമൂഹത്തോട് തന്നെ പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർ ചോദിക്കും, ഹദീസ് ലൈഫില്ലേ, ലൈഫായ ഹദീസില്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് വേർതിരിഞ്ഞ് കിട്ടുക? അപ്പൊ പിന്നെ ഖുർആൻ എടുത്താൽ പോരെ? ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണത്. ആ ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. എന്താ മറുപടി? നമുക്കറിയാം, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമീങ്ങൾ, ആ ഇമാമീങ്ങൾ അവരുടെ പേരിൽ അറിയപ്പെടാൻ ചില പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. 4 ഇമാമീങ്ങൾ മാത്രമെന്നല്ല, ധാരാളം ഇമാമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4 പേർ മാത്രം അറിയപ്പെടാൻ ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയവുമായൊക്കെ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മഹാന്മാരായ ഇമാമീങ്ങൾ, ആ ഇമാമീങ്ങൾ ഇമാം എന്ന പദവിയിലേക്ക് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, അംബലി മദ്ഹബ് എന്നൊക്കെയുള്ള മദ്ഹബിന്റെ അവസ്ഥയിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം പ്രവാചകന്റെ കൊണ്ടുവന്ന ദീനിനെ തകർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടും അതേപോലെയുള്ള പരിശ്രമങ്ങളിലൂടെ പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളക്കണക്കിന് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വെച്ചു. എന്താണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആഗ്രഹിച്ചത്? ഇസ്ലാം പൊളിയാൻ ഇത് തന്നെ മതി, ഖുർആനോട് കളിക്കാൻ പറ്റില്ല. അപ്പൊ ഹദീസിൽ എന്ത് ചെയ്യാം? പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, പത്തകത്തുന്ന സ്വർഗത്തിലാണ്, തുന്നൽ ജോലി ബറക്കത്തുള്ള ജോലിയാണ്, തോന്നുന്നത് അങ്ങ് അടിച്ചു വിടുക. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് അക്കാലഘട്ടത്തിലെ വിവരമുള്ള ആളുകൾ, അവരുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നത്. അവരുടെ അടുത്ത് ഫത്വകൾ ചോദിക്കുന്നു. അവർ ഹനഫി ഇമാം അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൽ ഇല്ലെങ്കിൽ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു,
ഇങ്ങനെയാണ് പ്രവാചകൻ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, അവസ്ഥ അറിയാമല്ലോ, ഞാൻ പറഞ്ഞതിന് എതിരായി പ്രവാചകൻ പറഞ്ഞതായ ഒരു സ്വഹീഹായ ഹദീസ് നിങ്ങൾ കണ്ടാൽ എൻ്റെ അഭിപ്രായത്തെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഹദീസ് സ്വീകരിക്കണം. അത് തന്നെയാണ് ഷാഫി ഇമാം പറഞ്ഞത്, ഫഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്. ഉദാഹരണം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹി ബാങ്കിൽ ഷാഫി ഇമാം പഠിപ്പിച്ച ബാങ്കിൽ അതില്ല. ഷാഫി ഇമാം എന്ന മഹാനായ പണ്ഡിതൻ പഠിപ്പിച്ച സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബിന്റെ ആളുകളാണെന്ന് പറയുന്നവരുടെ പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നു. എന്താ കാരണം? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ഉസ്താദ് ഇമാം ഷാഫി അവിടുന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഫഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്. അതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും നമ്മുടെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഉണ്ട്. അപ്പോൾ ഇമാം ഷാഫി ചെയ്യാത്ത, പഠിപ്പിക്കാത്ത ഒരു കാര്യം രണ്ടാം ഷാഫി പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഹദീസ് സ്വഹീഹായതുകൊണ്ടാണ്. മാത്രമല്ല, ഈ ഹദീസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. ആ പഠനത്തിന് വേണ്ടി മഹാനായ ഇമാം ബുഖാരി തങ്ങളെപ്പോലെയുള്ള ആളുകൾ അവരുടെ പുരുഷായുസ് മൊത്തം മാറ്റിവെച്ചു. എന്നിട്ട് കൃത്യമായി വ്യക്തമായി ഓരോ ഹദീസും രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസുകളും ലൈഫായ ഹദീസുകളും നമ്മൾ ഇക്കാലഘട്ടത്തിലുള്ള വിവരമില്ലാത്തവരാണെങ്കിലും മുമ്പത്തെ കാലഘട്ടത്തെക്കാളും വ്യക്തമായി ഇന്ന് നമുക്കൊരു ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ എന്ന് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അത് മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടു. ഇന്നത്തെ കാലത്ത് അത് നെറ്റ് സംവിധാനങ്ങളിലൂടെ, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. ഞാൻ ഈ പരിപാടിയിൽക്കിടെ ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് സ്വഹീഹാണോ എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെയുള്ളവർക്കോ ഓൺലൈനിലുള്ളവർക്കോ ഇനിയും കാലങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ കിടക്കുന്ന ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്ന ഒരു ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ സംശയം വന്നു. ആ ഹദീസിൽ ഒരു പദം എടുത്ത് ആ ഹദീസ് കണ്ടുപിടിച്ച് നേരെ ഇൻസേർട്ട് ചെയ്താൽ ഉടൻ റിസൾട്ട് വരും ലൈഫ്. കാരണം 1 2 3 4 സ്വഹീഹ് മുഴുവൻ വിവരം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷന്റെ യാതൊരു കാര്യവുമില്ല. ഒരു ഹദീസ് സ്വഹീഹാണോ ലൈഫാണോ എന്നത് വ്യക്തമായി അറിയാനുള്ള വഴി അറബി ഭാഷ അറിയുന്ന എല്ലാവർക്കും ഇന്ന് ലഭ്യമാണ്. ഇത്രയും പറയാൻ കാരണം, ഒരു സംശയത്തിന്റെ കണിക പോലും വിശുദ്ധ ഖുർആൻ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞെടുത്ത് വറസൂൽ എന്നിടത്ത് സംശയമുണ്ടാക്കാൻ തറക്തു ഫീക്കും അംറൈൻ എന്ന് പറയുന്നത് അംർ എന്നത് മാത്രമാക്കി മാറ്റാനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അംറൈൻ, രണ്ട് കാര്യങ്ങളും വ്യക്തമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണോ അത് സംരക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു, ഹദീസും സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും എല്ലാ മുസ്ലിം സഹോദരങ്ങളും ശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതോടുകൂടി അവസാനിക്കുന്നില്ല. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഇത് പിൻപറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ എതിർത്ത ചേകനൂർ ഒരു സിമ്പിളായി ഞാൻ പറയാൻ കാരണം വിഷയം പഠിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇസ്ലാമിനെ തകർക്കാൻ, സുന്നത്തിനെ തകർക്കാൻ അവസാനം എത്തിയത് സർവമത സത്യവാദത്തിലാണ്. അതിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരെന്താ? ഖുർആൻ സൊസൈറ്റി എന്നല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അപ്പോൾ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സുന്നത്തിനെതിരാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ കുതന്ത്രമായിരുന്നു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേര്. ആ പേരിട്ടുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേകനൂർ സംസാരിക്കുന്നു. നമുക്കറിയാം,
കൊട്ടപ്പുറം സംവാദം. പ്രായമുള്ളവർക്കത് വ്യക്തമാകും. എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് നടന്നത്. ആ കൊട്ടപ്പുറം സംവാദത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ മുഹൈദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഭാഗത്ത് നിന്ന്, സലഫികളുടെ ഭാഗത്ത് നിന്ന് കൊട്ടപ്പുറത്ത് 10,000 പങ്കെടുത്ത പൊതുവേദിയിൽ വെച്ച് ചോദ്യമുണ്ടായി. ആ ചോദ്യം മുമ്പും ഉണ്ടായിരുന്നു. പൂനൂർ വാദപ്രതിവാദത്തിൽ ആ ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് നേരം വെളുക്കുന്നത് വരെ പോയത് ആരാണ് ആദ്യം ചോദിക്കേണ്ടത് എന്ന തർക്കത്തിൽ നേരം വെളുത്തുപോയി. കാരണം ഒരായത്തുദ്ധരിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഹസ്സൻ മുസ്ലിയാർ, അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഹസ്സൻ മുസ്ലിയാർ തുടങ്ങിയ ആളുകൾ പൂനൂരിൽ വെച്ച ആയത്ത് ഉദ്ധരിക്കുമായിരുന്നു. അതോടെ വിഷയം തീർന്നില്ലേ? എന്നാൽ കൊട്ടപ്പുറത്തെത്തിയപ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന ചോദ്യത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി ഉണ്ട് മൗലവി, ഉണ്ട് എന്നായിരുന്നു. അതോടുകൂടി കുറെ കാലമായി മുജാഹിദുകൾ അല്ലല്ലാത്തവരെ വിളിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നു. ഉണ്ട് മൗലവി, ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും തക്ബീർ ഉയർന്നു. ഓ, ഇതും ചോദിച്ചാൽ കുറെ കാലായി നടക്കുന്നു. അതിനുശേഷം എല്ലാവരും കാതുകൂർപ്പിച്ചു. ഏതാ പഠിച്ചോനെ ഈ ആയത്ത്? കാന്തപുരം ഓതി 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫിലെ 45-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് മുഹമ്മദ് നബി അങ്ങ് ചോദിച്ചു നോക്കുക. എന്നിട്ട് കാന്തപുരത്തിന്റെ വിശദീകരണം, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ, ആ വഫാത്തായവരോട് ചോദിക്കാനല്ലേ അല്ല പറഞ്ഞത്. അതോടെ അല്ലാഹു അക്ബർ ശക്തമായി വീണ്ടും വന്നു. ഇടക്ക് അടുത്ത് നിൽക്കുന്ന മുജാഹിദിനെ തോണ്ടി കുറെ കാലയില്ലേ, ഉത്തരം കേട്ടില്ലേ? സ്വാഭാവികം, ആ സദസ്സിലുണ്ടായ രംഗാണ്. കേട്ടില്ലേ? മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ ആയത്തുണ്ടോന്നല്ലേ ചോദ്യം. കേട്ടില്ലേ ആയത്ത്? പക്ഷേ അത് വാദം മാത്രമല്ല, പ്രതിവാദവും ഉണ്ടാകും. പിന്നീട് എല്ലാവരുടെയും നോട്ടം മുജാഹിദുകളുടെ മാത്രമല്ല, അവിടുത്തെ സമസ്തക്കാരുടെ മാത്രമല്ല, വിഷയം പഠിക്കാൻ വന്ന ആയിരക്കണക്കിന് സാധാരണക്കാർ മുജാഹിദിന്റെ പണ്ഡിതനെ എഴുന്നേൽക്കുന്നത് കാത്തുനിന്നു. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അദ്ദേഹം എഴുന്നേറ്റ് ഒന്നാമത്തെ വാചകം, മൗലവി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മുസ്ലിയാരെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങളിവിടെ ഉദ്ധരിച്ച സൂറത്ത് സുഹ്റുഫിലെ 45-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം, അതാ നിങ്ങളിവിടെ ഉദ്ധരിച്ചത്. അത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. ഒന്നാമത്തെ വാചകം. ആ ആയത്ത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. അടുത്തത് കേട്ടോളൂ. അതാണ് ഉരക്കല്ല്. ഇനി വരാനിരിക്കുന്നതാണ് നമ്മുടെ സ്വർഗം നിശ്ചയിക്കുന്ന ഉരക്കല്ല്. കാരണം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് ആയത്തോതിയത്. അർത്ഥം കേൾക്കുമ്പോ വസ്അൽ, നീ ചോദിക്കുക, ഒരുത്തനോട് അർസൽനാ, നാം അയച്ച മീൻ ഖബ്ലിക, നേക്ക് മുമ്പ്. മുസ്ലിയാർ ഇങ്ങനെ ആയത്ത് പഠിപ്പിക്കുക ജനങ്ങളെ. കൂട്ടരെ, അപ്പോൾ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ, വസ്അൽ, നീ ചോദിക്കാന്നല്ല മൗലവി പറയുന്നത്. ആവേശം കൊള്ളുകയാണ്. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്ത് കിട്ടുന്ന സന്ദർഭമാണ്. അതിനുശേഷം ഇത് കൊട്ടപ്പുറത്തിറങ്ങിയതല്ല, മക്കത്തിറങ്ങിയതാണ്. അടുത്ത വാചകം, ഈ ആയത്തോതിയ റസൂലുള്ളയോ, അത് കേട്ട സ്വഹാബത്തോ, അതാണ് വിഷയം. ഇതൊരു സംഘടനാ പരിപാടിയായി കാണരുത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ തിരുഹദീസിന്റെ വിശദീകരണമാണ്. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയോ, അത് കേട്ട സ്വഹാബത്തോ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചോ? ഈ ആയത്ത് ആദ്യം ഓതിയത് റസൂലുള്ളയല്ലേ, കേട്ടത് സ്വഹാബത്തല്ലേ? അപ്പോൾ ഈ ആയത്തോതിയ റസൂലുള്ളയും അതിന്റെ പ്രൈമറി ഓഡിയൻസായ പ്രഥമ സംബോധിതരായ സ്വഹാബത്തും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചോ? ചെറിയമുണ്ടം അവിടെയും നിർത്തിയില്ല. ഞങ്ങളും നിങ്ങളും തമ്മിൽ വാദപ്രതിവാദം നടക്കുമ്പോൾ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ തഫ്സീറുകൾ ഇതാ കിടക്കുന്നു. അവിടെ ധാരാളം തഫ്സീറുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. മുസ്ലിയാരെ,
നിങ്ങൾ പറഞ്ഞ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളും ഞങ്ങളും കൂടി തീരുമാനിച്ച് അംഗീകരിച്ച ഈ പ്രാമാണികമായ തഫ്സീറുകളിൽ ഏത് തഫ്സീറിലാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ളത്? അതോടുകൂടി നല്ലവരായ സമസ്തക്കാർ പറയാൻ തുടങ്ങി, ആള് വഹാബിയാണെങ്കിലും അതൊരു ചോദ്യം. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ അച്ചോദിച്ചൊരു ചോദ്യം. ഈ ആയത്ത് മക്കയിലാണല്ലോ ഇറങ്ങിയത്. ഇത് ആദ്യം ഓതിയത് റസൂലുള്ളയാണല്ലോ. ഇത് കേട്ടത് സ്വഹാബത്താണല്ലോ. ഇനി നമുക്ക് ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കാം, ഇനി നമുക്ക് ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കാമെന്ന് ഒരു തീരുമാനിച്ചോ? അതാണ് ചോദ്യം. ഇതോടുകൂടി കുറെ ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്ന രംഗമാണ്. വീണ്ടും നോട്ടം കാന്തപുരത്തിന്റെ മുഖത്തേക്കായി. വാദം മാത്രമല്ല, പ്രതിവാദമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുന്നേറ്റ് നിന്ന് അടുത്തതായി പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ആ വാചകം പ്രധാനമാണ്. വാചകം ഞാൻ പറയാൻ പോവാണ്. ആയത്തുകൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? എന്റെ ബഹുമാനപ്പെട്ട ബുദ്ധിക്ക് തോന്നിയിട്ടുണ്ട്. അഥവാ ആയത്തോണ്ട് തന്നെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, കഴിഞ്ഞുപോയ നമ്മുടെ പ്രവാചകന്മാരോട് മുഹമ്മദ് നബിയെ ചോദിച്ചു. ആയത്തോണ്ട് തന്നെ വ്യക്തമല്ല മൗലവി, പിന്നെന്തിനാ തഫ്സീർ? അപ്പൊ ഒരൊറ്റ തഫ്സീറിലും ഇല്ല, ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ല. പക്ഷെ ആയത്തോണ്ട് തന്നെ മനസ്സിലാവും. ആയത്തിന്റെ ബാക്കി എന്താ? ആയത്തിന്റെ ബാക്കി എന്താ? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. എന്താ ബാക്കി? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. അല്ലാത്ത വല്ലവരെയും ആരാധിക്കാൻ വേണ്ടി അവർ നിങ്ങളോട് പറഞ്ഞിരുന്നോ? അല്ലാണ്ട് രക്ഷിക്കണേ എന്നുള്ള ചോദ്യമല്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും പടച്ചോനെ മാത്രം വിളിക്കാനാ പറഞ്ഞെന്നുള്ള ആയത്താണ്. അഥവാ കൊട്ടപ്പുറത്ത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സലഫികളുടെ തെളിവ് 43-45. അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാം. കാന്തപുരത്തിന്റെ തെളിവ് അതേ ആയത്ത്. ഒരേ ആയത്ത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും, അതേ ആയത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് സമസ്തയും പറയുന്നു. നമ്മൾ എന്തു ചെയ്യും? സാധാരണക്കാർ, ചില ആൾക്കാരുണ്ട്, സാധാരണക്കാരിങ്ങോട്ട് കൂടിയിട്ട് ഈ സാധാരണക്കാരെന്തോ ചെയ്യാന്ന്, അങ്ങനെ വികാരം കൊള്ളൊന്നും വേണ്ട. ഇതേ സാധാരണക്കാരൻ ഒരു ടെക്സ്റ്റൈലിൽ കയറുമ്പോൾ ടെക്സ്റ്റൈൽസിൽ മൂപ്പരിങ്ങനെ എടുത്തിട്ടല്ലേ ഷർട്ട് പീസ്, ഞാൻ ഈ സാധാരണക്കാരൻ എന്താ ചെയ്യാ, ഇങ്ങനെ വലിച്ചിട്ടൊന്നും പറയില്ല. നോക്കും, ചിലപ്പോൾ ഒന്ന് കൈകൊണ്ട് പിടിച്ചു നോക്കും, വില ചോദിക്കും, സെലക്ഷൻ നടത്തും. അവിടുന്ന് സെലക്ട് ചെയ്തിട്ടേ പോരുള്ളൂ. അപ്പോ ഒരു വസ്ത്രമെടുക്കുന്ന വിഷയത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പുണ്ടല്ലേ ഭൗതിക വിഷയത്തിൽ. എന്നാൽ ഓരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു. ഇങ്ങനെ കബറിൽ പോയി പറയാൻ പറ്റുമോ? നമ്മൾ സാധാരണക്കാരായിരുന്നു, ഓരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ബുദ്ധിയില്ലേ നമുക്ക്? അള്ളാഹു ബുദ്ധി നൽകിയിട്ടില്ലേ? ആ ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങളെ മനസ്സിലാക്കണം. പ്രമാണത്തിൽ ബുദ്ധി ഉപയോഗിക്കണ്ട, പ്രമാണത്തിൽ ബുദ്ധി ഉപയോഗിക്കേണ്ട. ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇശ 4 റക്അത്ത്, സുബഹി 2 റക്അത്ത്, അഫലാ തഖ്ലൂ എന്നല്ലേ ഖുർആൻ പറഞ്ഞ് ചിന്തിക്കണം എന്നല്ലേ. അപ്പൊ ഈ മനുഷ്യനിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഈ രാത്രി ഇശ എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് ഇസ്ലാം യുസ്രാന്ന് വേറൊരു ഹദീസ് വേറെ ഉണ്ട്. അതുകൊണ്ട് ഇശ 2, സുബഹി 4. ബുദ്ധിച്ച വേണ്ട, വേണ്ട, അത് പറ്റില്ല. കാരണം എന്താ? റബ്ബ് എന്തു പഠിപ്പിച്ചോ അതാണ്. അഥവാ പ്രമാണത്തിൽ ബുദ്ധി വേണ്ടെന്ന് പറയും. പ്രമാണത്തിലേക്ക് എത്താനാണ് ബുദ്ധി. പ്രമാണത്തിൽ അതെന്തേ അങ്ങനെ എന്ന് ചോദിക്കണ്ട. കാരണം ബുദ്ധി നൽകിയ പടച്ചോന്റെ കലാമാണ് ഖുർആൻ. ആ പടച്ചോനയച്ച പ്രവാചകന്റേതാണ് ഹദീസ്. അത് സ്വഹീഹാണോ നോക്കിയാൽ മതി. സ്വഹീഹാണോ സമീനാ വ തഅനാ. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അപ്പോൾ എന്താണ് അവിടെ മാനദണ്ഡമായത്? ഒരൊറ്റ ആയത്ത് സ്വർഗത്തിന് തെളിവ്, അതേ ആയത്ത് നരകത്തിൽ പോകാനും മുസ്ലിയാർ ഓതുന്നു. സാധാരണക്കാരെന്ത് ചെയ്യും? അവിടെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ സ്വീകരിച്ചാചരിക്കണം, അതിനുള്ള വഴി ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതിനുള്ള വഴി
ഹദീസ് തന്നെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. നമ്മളൊക്കെ ആയത്ത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷേ 4-ാം അധ്യായത്തിലെ 115-ാമത്തെ ആയത്ത്, സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത് എന്താണ് അതിൽ പറഞ്ഞത്? സന്മാർഗം വ്യക്തമായതിനു ശേഷം പ്രവാചകനോട് എതിരു പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചു കളയും, നാം അവരെ നരകത്തിലിട്ട് കരിച്ചു കളയും. അതെത്ര മോശപ്പെട്ട സങ്കേതം. അപ്പോൾ നരകമാകുന്ന നിത്യനഷ്ടത്തിലേക്ക് ഒരാൾ എത്തുന്നതിന് 2 കുറ്റപത്രം. ഒന്നാമത്തെ കുറ്റപത്രം, സന്മാർഗം വ്യക്തമായതിന് ശേഷം റസൂലുള്ളയോട് എതിര് പ്രവർത്തിച്ചു. അടുത്ത ഭാഗം എന്താ? വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ സ്വീകരിച്ചു. സ്വഹാബികളും മനുഷ്യന്മാരല്ലേ, നമ്മളും മനുഷ്യന്മാരല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ? സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ സ്വീകരിക്കുന്നവർ, അവർ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചു കളയും, അവരെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും എന്ന് പറഞ്ഞല്ലോ. അതാരാ? ഖുർആൻ പറഞ്ഞ സത്യവിശ്വാസികൾ ആരാ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആൻ നേരിട്ട് ആരെയാ വിളിച്ചത്? മക്കയിലെ റസൂലുള്ളയോടൊപ്പമുള്ള സ്വഹാബികളെയാണ്. ഖുർആൻ കളവ് പറയില്ല. ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചത് സിദ്ദീഖുൽ അക്ബറിനെയാണ്, ഉമർ ഖത്താബിനെയാണ്, ബിലാൽ റളിയല്ലാഹുവിനെയാണ്. ആ സമൂഹം അവരാണ്. അവരുടെ മാർഗം അത് ഉപേക്ഷിക്കുന്നവർ. അപ്പോൾ ഒന്ന് പ്രവാചക ചര്യ, 2 സത്യവിശ്വാസികളുടെ മാർഗം. ആരാണ് സ്വഹാബികൾ? റളിയല്ലാഹു അൻഹും വറദുവൻ. അവരെ അല്ലാഹുവും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, മറ്റു സ്ഥലങ്ങളിലും കാണാം. ഇങ്ങനെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഖുർആൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബികൾ തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അവിടെ ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നിർത്തിയില്ല? കാരണം അതിൻ്റെ പ്രാവർത്തിക രൂപം സ്വഹാബത്തിലൂടെ കിട്ടുകയാണ്, പ്രവാചകനോടൊപ്പമുള്ള സ്വഹാബത്തിലൂടെയാണ്. അതാ ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സലഫിയ്യത്ത് എന്ന് പറഞ്ഞ ഖുർആനും സുന്നത്തും കാന്തപുരം ആയത്ത് കൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ എന്ന് പറഞ്ഞപ്പോ ചെറിയ മുണ്ടം എന്താ പറഞ്ഞത്? ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും സ്വഹാബത്തും ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി എന്നത് അവരുടെ ജീവിതം ഇവിടെ രേഖപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ഈ ആയത്ത് അവർ ഓതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ആയത്ത് 2 വിഷയങ്ങൾക്ക് തെളിവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ആയത്ത് എങ്ങനെ പഠിക്കണം, ആ ഹദീസ് എങ്ങനെ പഠിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ്, അതിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വൽ ജമാഅ, അൽ ജമാഅ എന്നതിൽ ഒന്നാമത്തത് സ്വഹാബികളാണ്. പിന്നീട് താബികളും തബഉ താബിഈങ്ങളുമാണ്. അവരെ പറ്റി ആദ്യ തലമുറ, അതാണ് ഏറ്റവും ഉത്തമം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ മാർഗം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ചേകനൂർ തോന്നിയതുപോലെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു. നോക്കൂ, നിങ്ങൾക്കറിയുമോ 1969 ഈ ഉള്ളവൻ ജനിച്ചിട്ട് പോലുമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു വലിയ സംവാദം നടന്നു. ആ സംവാദത്തിൽ ഒരു ഭാഗത്ത് ചേകനൂർ, മറുഭാഗത്ത് സലഫികൾ അഥവാ മുജാഹിദുകൾ. എന്താ വിഷയം? ചേകനൂർ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, ഖുർആൻ ഇങ്ങനെ പറയുന്നില്ലേ എന്ന് പറഞ്ഞ് നിസ്കാരം 3 ആകർഷകമായ ക്ലാസ്സുകൾ, ആകർഷകമായ വിശുദ്ധ ഖുർആന്റെ അവതരണം. ഇത് കേട്ട് വണ്ടൂർ ഭാഗത്തുള്ള മുജാഹിദ് പള്ളികളിൽ മഗ്‌രിബ് നിസ്കരിച്ച ആൾക്കാർ ഇങ്ങനെ കാലും നീട്ടിയിരിക്കുമ്പോൾ, അല്ല അഹമ്മദേ, നമ്മളെ ചേകനൂരിൻ്റെ ക്ലാസ് കേട്ട് നോക്കുമ്പോൾ 3 അങ്ങോട്ട് തോന്നിപ്പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി അഹമ്മദ് ഖാൻ മറ്റോന്.
ഇത് കമ്മിറ്റി സെക്രട്ടറി കേട്ട് മൂപ്പര് പിറ്റേന്നൊരു ബോർഡ് എഴുതിക്കൊണ്ടോന്ന് ഈ പള്ളിയിൽ നമസ്കാരം 5 വക്താകുന്നു ചുമരുമലാടെ ഒട്ടിച്ച്. ആരും 3 വക്ത് നിസ്കരിച്ചിട്ടല്ല, ഈ ചർച്ച കേട്ട് സെക്രട്ടറിക്ക് പേടിയായി. ഇമ്മാതിരി സ്വാധീനം, ഹദീസ് നിഷേധ സ്വാധീനം വണ്ടൂർ ഭാഗത്ത് വന്നപ്പോഴാണ് ചേകനൂരുമായി സംവാദം നടത്തുന്നത്. ആ സംവാദത്തെ പറ്റി നമ്മൾ പഠിക്കണം. ചേകനൂർ ആയത്തുകൾ തുരുതുരാ ഓതി മുജാഹിദുകളായ പടച്ചോനെ ഇതിനിപ്പോ എന്താ മറുപടി പറയാ, എത്ര വ്യക്തമായിട്ടാ 3 ഉള്ളൂ നിസ്കാരം എന്നുള്ളത് ചേകനൂര് സമർത്ഥിക്കുക. അല്ല, നമ്മൾ മൂപ്പരാളൊന്നും അല്ല, എന്നാലും അങ്ങനെ ഒരു വർത്താനം. ആ സന്ദർഭത്തിൽ ചേകനൂരി ആയത്തുകൾ ഓതിയപ്പോൾ മറുഭാഗത്ത് മരണപ്പെട്ടു പോയ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദിർ മൗലവി, അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, AP അബ്ദുൽ ഖാദിർ മൗലവി ഒരു ചോദ്യം ചേകനൂർ തിരിച്ചു ചോദിച്ചു. നമസ്കാരം 3 എന്നതിന് ചേകനൂർ നിങ്ങൾ ഓതിയ ആ ആയത്തുകളില്ലേ, ആ ആയത്തുകൾ ആദ്യമായി ഓതിയ പ്രവാചകൻ എത്ര വക്താണ് നിസ്കരിച്ചത്? ആയത്തിനെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് അല്ല AP മറുപടി പറയുന്നത്. നിങ്ങളിവിടെ ഓതിയ ആയത്തുകൾ, ആ ആയത്തുകൾ ഏതൊരു തിരുനാവിലൂടെയാണോ സ്വഹാബത്ത് കേട്ടത്, ആ റസൂലുള്ള എത്ര വക്ത് നിസ്കരിച്ചു? തീർന്നില്ല. പറഞ്ഞില്ലേ, ആ സ്വഹാബികൾ മുഅ്മിനീങ്ങള് അവർ ഈ ആയത്ത്, നിങ്ങൾ ഓതിയ ആയത്ത് അവർ കേട്ടതല്ലേ, അവരെത്ര വക്താ നിസ്കരിച്ചത്? ചേകനൂര് കുടുങ്ങിയല്ലോ. അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ. മൂപ്പര് ചെറിയൊരു പ്രവാചകമല്ലാറ്റി മാറ്റി നിർത്തി. സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാ പോരാ, നമ്മളും മാത്രം ചിന്തിക്കണം. ചിന്തിക്കാനുള്ള ആയത്താ വന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ചേകനൂര് ചിന്തിച്ചപ്പോ 3 കിട്ടി, സ്വഹാബത്ത് ചിന്തിച്ചപ്പോ 5 കിട്ടി, റസൂല് മാറ്റി വെച്ചു. അതോടുകൂടി ചേകനൂർ പൊളിഞ്ഞ് പാളീസായി. വണ്ടൂർ ഭാഗത്ത് എന്താ, വണ്ടൂർ ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ച ഉരക്കല്ല് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ചേകനൂർ തകർന്നത്. ഇനി ഞാനൊരു നാടൻ ഉദാഹരണം പറയാം. ചേകനൂർ പറഞ്ഞു, താടിങ്ങനെ വല്ലാതെ വളർത്തിയാൽ അത് ഭംഗികേടാകും, ശിക്ഷിക്കപ്പെടാൻ വരെ കാരണമാകും. ശരി, അപ്പൊ താടി എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഹദീസിനെതിരാ മൂപ്പര്, പക്ഷെ മൂപ്പര് ഹദീസ് ഉദ്ധരിക്കും. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോ അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഹദീസുണ്ട്. അപ്പൊ സാധാരണ ശരിയാട്ടോ, അങ്ങനെ തന്നെ അല്ലേ. ഇവരെ താടി ഇങ്ങോട്ട് കണ്ടു, ആടി വെക്കണ്ട, ഇങ്ങനെ ഒരു വെച്ചൂടലുണ്ടോ എന്നൊക്കെ പറയും. ശരി, അതിന് അന്ന് ചേകനൂർ കൊടുത്ത മറുപടി എന്താ? അന്ന് കൊടുത്ത മറുപടി ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്നതൊരു ഹദീസ് ഭാഗമാണ്, അല്പം വിശദമായ ഹദീസാണത്. ആ ഹദീസ് ആദ്യമായി ആരാണ് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്? ആ ഹദീസ് ആദ്യമായി ആരാണ് കേൾക്കുന്നത്? ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോ, ഈ ഹദീസ് സ്വഹാബത്തിനോട് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി നെഞ്ഞത്തേക്ക് താഴ്ന്നു നിൽക്കുന്നുണ്ട്. ഈ ഹദീസ് സ്വഹാബത്ത് കേൾക്കുമ്പോ അവരുടെ താടി നെഞ്ഞിലേക്ക് താഴ്ന്നു നിൽക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ ഉദ്ദേശ്യം താടി ചെറുതാക്കലാണെങ്കിൽ, താടി വടിക്കലാണെങ്കിൽ, അത് പറഞ്ഞ ഉടനെ എല്ലാവരും വീട്ടിൽ പോയി. ക്ലീൻ ഷേവ് ക്യാമ്പയിൻ അറിഞ്ഞില്ലേ? ഹദീസ് ഇറങ്ങിയിട്ടുണ്ട്, പഠിച്ചോ, എടാ കത്രിക എടുത്തോ, അങ്ങനെ ഒരു ക്യാമ്പയിൻ അവിടെ നടന്നോ. അപ്പോ ആ ആയത്തോതിയ റസൂലുള്ള വഫാത്തായപ്പോ അവിടുത്തെ നീണ്ട താടി, നമ്മൾ താടി വെക്കുന്നില്ലെങ്കിൽ നമ്മൾ താടിയെ പരിഹസിക്കരുത്. നമ്മൾ താടിയെ പരിഹസിക്കുമ്പോ അത് ചെന്നുപോയി പതിക്കുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹ്ക്ക് മുഖത്ത് നീണ്ട താടി ഉണ്ടായിരുന്നു. ആ താടി അതൊരാൾ വിചാരിക്കുന്നു എൻ്റെത് അങ്ങനെയാകണം, എൻ്റെ താടി നീട്ടണം എന്നൊരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ അതാണ് ഭംഗി. അപ്പോൾ അവിടെ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു.
അപ്പൊ പൗരുഷത്തിന്റെ അടയാളമായിട്ടാണ് ഇസ്ലാം താടിയെ കാണുന്നത്. അപ്പൊ അവിടെ ചേകന് ഒരു സ്വന്തം ബുദ്ധിയിലേക്ക് ഹദീസ് കൊടുത്ത്. എന്നിട്ട് മൂപ്പര് അന്ന് ജോർജ് ബുഷിന്റെ മൊത്തക്കാൻ നോക്കി. ഇത് രസമുണ്ട് ജോർജ് ബുഷിനെ കാണാൻ. അന്ന് ജോർജ് ബുഷിന്റെ കാലാണ്, അങ്ങോട്ടാ നോക്കിയത്. അങ്ങോട്ടല്ല നോക്കേണ്ടത്. ഹദീസ് ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കാ നോക്കേണ്ടത്, സ്വഹാബത്തിന്റെ മുഖത്തേക്കാ നോക്കേണ്ടത്. എന്നിട്ടാണ് ആ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് സഹോദരങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. ഇതാണ് 1924 ആദ്യമായി കേരളത്തിലെ പണ്ഡിത സംഘടന രൂപീകരിച്ചപ്പോ അതിൻ്റെ ചട്ടങ്ങളിൽ എഴുതിയത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും സലഫുകളുടെ മാർഗമനുസരിച്ച്. എന്തിനാണ് കെ.എം. മൗലവി എഴുതിയത്? എന്തിനാണ് കെ.എം. മൗലവി എഴുതിയത്? അന്നുള്ള എല്ലാവരും എന്തിനാണ് അത് എഴുതിയത്? വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വെച്ചിട്ട് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ മർക്കസുൽ ബിഷാറയുടെ പുസ്തകം വരും. ആ പുസ്തകത്തിൽ യേശു ദൈവപുത്രനാണെന്ന് സമർത്ഥിക്കാൻ ആയത്താണ് ഉദ്ധരിച്ചത്. എന്താ മറുപടി? ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞോ എന്നാണ് ഉത്തരം. അല്ലാതെ ഓരോരുത്തരും ഈ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇവരുടേക്ക് ഒരായത്ത് ഒരു അർത്ഥമായിട്ട് കൊടുത്തു ഇവിടെ അങ്ങോട്ട് വിതരണം ചെയ്ത്. അതിൻ്റെ ബാക്കിയുള്ള A4 ഷീറ്റിൽ ഈ ആയത്തോണ്ട് മനസ്സിലായി നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു പക്ഷേ 30-40 അഭിപ്രായം വരും ഒറ്റ ആയത്തിനെ കുറിച്ച്. കാരണം വ്യത്യസ്ത ബുദ്ധിയാണ്. അതൊക്കെ ആ ആയത്തിന്റെ അർത്ഥമാണോ? അല്ല. എന്നാൽ കേട്ടോളൂ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ടെക്സ്റ്റ് മാത്രമല്ല അതിൻ്റെ ആശയവും പൂർത്തിയായി. അപ്പൊ പിന്നെ ചിന്തിക്കാൻ പറഞ്ഞില്ലേ? ചിന്തിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്. അതേ, ഉയർന്നിൽക്കുന്ന ആകാശത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഭൂമിയെക്കുറിച്ച് ചിന്തിക്കണം. ഇന്നഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. അതെ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു ചെറിയ പെട്ടി ഒരു കനത്ത് കൊടുത്തോളി. ഈ പരിപാടി ഇവിടെ നിൽക്കാൻ പറ്റും. ഇതിങ്ങനെ തുടരണം. ഇത് സംഘടിപ്പിച്ച കുട്ടിക്ക് തോന്നണം പരിപാടി ഇനിയും വെക്കണം. അതുകൊണ്ട് ഇങ്ങനെ കീശയിൽ നിന്ന് എടുക്കുമ്പോൾ ഏറ്റവും ചെറുതല്ല, ഏറ്റവും കനത്തിലുള്ളത് കൊടുത്തോളാം. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഈ ശരിയായ ദീൻ, ആ ദീൻ കേരളീയ സമൂഹത്തിന് കൊടുക്കുന്ന 1-ാം തീയതി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രമല്ല നമ്മുടെ പണ്ഡിത സംഘടനയുടെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം. എന്തിനാണ് KJU എന്നതിനോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം എന്ന് ചേർത്തത്? മർക്കസുൽ ബിഷാറക്കാരൻ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ സംഘം മനസ്സിലാക്കുക. പിന്നീട് ചേകനൂര് മനസ്സിലാക്കിയത് പോലെയല്ല, മറിച്ച് ഇതിൻ്റെ ആദ്യ തലമുറ ഈ ആയത്തുകളെ കുറിച്ച് ഹദീസുകളെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സലഫി മസ്ജിദ്, സലഫി മദ്രസ, സലഫി നഗർ. ഇത് എവിടുന്ന് കിട്ടിയ സലഫി? ഇത് എവിടുന്ന് കിട്ടിയത്? ഒരാശയമാണ്. ഞങ്ങൾ പഴയ ആൾക്കാരാണ്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയത്. പുതിയതൊന്നും അംഗീകരിക്കൂല. ഞങ്ങളെ പള്ളിയിൽ കുത്തുബിയത്ത് ഉണ്ടാവില്ല, റാത്തീബ് ഉണ്ടാവില്ല, കൂട്ടുപ്രാർത്ഥന ഉണ്ടാവില്ല. ഞങ്ങൾ പഴയ ആൾക്കാരാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് മദീന പള്ളിയിൽ എന്താ ഉണ്ടായത്? മക്കയിൽ എന്താ ഉണ്ടായത്? മക്കയിലായി മാറ്റം വരുത്തി നമ്മൾ ചെയ്യും. മക്കയും മദീനയും തെളിവാക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മക്കത്തും മദീനത്തും ഇറങ്ങിയതിനെ തെളിവാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് റസൂലുള്ളയും സ്വഹാബത്തും പറഞ്ഞതെന്തോ അത് മാത്രം അംഗീകരിക്കുന്ന പഴയ ആളുകൾ, അവരാണ് സലഫികൾ. അഥവാ പുതിയതൊന്നും സ്വീകരിക്കൂല, പഴയത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ആ പഴയത് പയഞ്ചനല്ല. സൂര്യൻ എത്ര പഴക്കണ്ട്? അതുകൊണ്ട് ആരെങ്കിലും സൂര്യൻ പയഞ്ചനാന്ന് പറയലുണ്ടോ? അല്ല. പഴയതാണ് എന്നതുകൊണ്ട് പഴഞ്ചനാവില്ല. അത് വെട്ടിത്തിളങ്ങുന്നതാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും. സഹോദരങ്ങളെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങളെ പറ്റി ചില ആൾക്കാർ വിഷമം പറയും. ഈ ബേസ് മനസ്സിലാക്കിയ വിഷയം തോന്നും. ഈ ബേസ് മുജാഹിദ് പ്രസ്ഥാനം ചേകനൂർ അത് എഴുതിയതിന് ശേഷം
വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിൽ താടിയെക്കുറിച്ച് അങ്ങനെ തന്നെ എഴുതി. ഞാൻ എഴുതിയ ആളെ പേരും പറയുന്നില്ല, പ്രസിദ്ധീകരണവും പറയില്ല, നമ്മളെ വിഷയം അതല്ല. അങ്ങനെ എഴുതുന്ന അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ കൊട്ടപ്പുറത്ത് വെച്ച് കാന്തപുരത്തെ മുട്ടുകുത്തിച്ച ആ ഒരൊറ്റ ആയത്ത് തൗഹീദിനും അതേ ആയത്ത് തെളിവിനും ഓതിയപ്പോ അവിടെ ഉദ്ധരിച്ച് മനസ്സിലാക്കി കൊടുത്ത രീതിശാസ്ത്രം അഥവാ സലഫിന്റെ മാർഗം, അഹ്ലുസുന്നത്തി വൽ ജമാഅ സലഫിയത്ത് എന്നൊരു പ്രമാണമല്ല. പ്രമാണം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും തന്നെ. പ്രമാണങ്ങളെ എങ്ങനെ പഠിക്കണം മനസ്സിലാക്കണമെന്ന രീതിശാസ്ത്രം അതാണ്. മൗലാന മൗദൂദി സാഹിബ് ലാ ഇലാഹ ഇല്ലല്ലയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതെ, ഭരണമില്ലാത്ത ദീൻ സങ്കല്പത്തിലെ വീട് പോലെ. സങ്കല്പത്തിലൊരു വീടുണ്ടായാൽ നമുക്കതിൽ കയറി താമസിക്കാൻ പറ്റുമോ? അതുപോലെയാണ് ദീൻ ഇവിടെ ഉണ്ടാകണമോ ഭരണം വേണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ എന്നിടത്ത് അനുസരണവും അടിമത്തവും പരിഗണിക്കണം. അപ്പൊ നിന്നെ മാത്രമേ ആരാധിക്കാവൂ, അതേപോലെ തന്നെ നിന്നെ മാത്രമേ ഞങ്ങൾ അടിമവേല ചെയ്യൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ അനുസരണം സമർപ്പിക്കൂ എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അള്ളാഹുവിൻ്റെ നിയമമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നിയമത്തെ മാത്രമേ അനുസരിക്കാവൂ. അതുകൊണ്ട് ഇവിടെയുള്ള നിയമം ഇസ്ലാമിൻ്റെതല്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെതല്ലാത്ത നിയമത്തെ അനുസരിച്ചാൽ അടുത്ത വാചകം അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അതാണ് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ശിർക്ക്. ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് കേൾക്കാൻ കഴിയില്ല, ഒരു അസ്വസ്ഥാകും. പക്ഷേ എഴുതി വെച്ചപ്പോൾ അവിടെ തന്നെ ഉണ്ട്, എഴുതി വെച്ചപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കോപ്പിയിൽ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൗദൂദി സാഹിബിന് പറ്റിയ അബദ്ധം എവിടെയാണ്? ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിന് അദ്ദേഹം അർത്ഥം കൊടുത്തപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മാനദണ്ഡം പാലിച്ചില്ല. അപ്പൊ എന്തായി? ഭരണമില്ലാത്ത ദീൻ സങ്കല്പത്തിലെ വീട് പോലെ എന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വെച്ച് പറഞ്ഞ അപ്രായോഗിക ഇസ്ലാം. അപ്രായോഗിക ഇസ്ലാം അഥവാ അന്ന് ഇന്ദിരാഗാന്ധി സിന്ദാബാദ് ഷിർക്ക് അങ്ങനെ അന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. കെ എം മൗലവിക്ക് രാഷ്ട്രീയ ഷിർക്ക് പറ്റി എന്ന് പറഞ്ഞു. എന്താ നമ്മുടെ മറുപടി? അതാണ് പോയിന്റ്. പേര് പറയുന്നത് അത്യാവശ്യത്തിന് മാത്രമാണ്. ഇപ്പം മൗദൂദിന്റെ പേരും കാന്തപുരത്തിന്റെ പേരൊക്കെ വിഷയം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. എന്തായിരുന്നു അഹ്ലുസുന്നയുടെ മറുപടി? ജമാഅത്ത് സുഹൃത്തുക്കളെ ചീത്ത പറയലല്ല, അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാ. എന്നാൽ അവിടെ ആശയപരമായ ഒരു വിയോജിപ്പുണ്ടായിരുന്നു. എന്താ വിയോജിപ്പ്? നമ്മൾ ചോദിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ആദ്യമായി ഓതിയതാരാ? റസൂലുള്ളാഹ്. അത് കേട്ടതാരാ? സ്വഹാബത്ത്. ശരി, ഈ ആയത്ത് ഓതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വന്നപ്പോ ആ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് ഹിജ്റ പോയിക്കോളൂ, അദ്ദേഹം മാന്യനാണ്, നിങ്ങൾക്ക് അവിടെ അഭയം കിട്ടും. അന്ന് നജ്ജാശി മുസ്ലിം അല്ല. ഒരനിസ്ലാമിക ഗവൺമെന്റിനുള്ള സ്ഥലത്തേക്ക് ആള് തന്റെ സ്വഹാബികളെ അഭയത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത് ആരാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിത്തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്ലാമിക ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന നാട്ടിലേക്ക് പാലായനം ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഭരണമില്ലെങ്കിൽ ദീനില്ല. അമുസ്ലിം ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ താവൂത്താണ്, അത് വിഗ്രഹത്തിന്റെ സ്ഥാനത്താണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞേക്കോ? ഇവിടെയാണ് മൗദൂദി സാഹിബിന് തെറ്റുപറ്റിയത്. ഇതാണ് നമ്മൾ പറഞ്ഞത്, അതാണ് ആശയം. അപ്പൊ സഹോദരങ്ങളെ, ഇതെല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്, എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഈ ഉരക്കല്ല് ശരിക്കു പഠിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വമ്പിച്ച ഒരു ഐക്യത്തിനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏതാനും വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. അതിന് വമ്പിച്ച ഫലങ്ങളാണ് കാണുന്നത്. ആ ഐക്യം കടപ്പുറത്തല്ല, ആ ഐക്യം ഭാരവാഹികളെ ഓഹരി വെച്ചല്ല, ആ ഐക്യം ശാഖാതലങ്ങളിലാണ്, നാടുകളിലാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് പഠിക്കേണ്ട രീതിശാസ്ത്രവും സാധാരണക്കാരെ വ്യക്തമായി പഠിപ്പിച്ചാൽ അവർക്ക് ആ കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് ആ യഥാർത്ഥ ഐക്യം,
ആദർശപരമായ ഐക്യം അത് സാധിക്കാൻ ഇപ്പൊ മാസപ്പിറവി വിഷയത്തിൽ മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പ് പ്രധാനമായും നിലകൊള്ളുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലാണ്. മുമ്പ് കോഴിക്കോട് ടൗണിൽ നിന്നുള്ള ഒട്ടേറെ മാസപ്പിറവി വിവരങ്ങൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സമസ്തയുടെ ഒരു മഹലിൽ പെരുന്നാള് മറ്റേ മഹലിൽ പെരുന്നാളല്ല, ഞങ്ങൾ ആ കാതിൽ അംഗീകരിക്കും, ഞങ്ങൾ ഈ കാതിൽ അംഗീകരിക്കും. ഈ ഒരു ദുരവസ്ഥ നാട്ടിലുണ്ടായിരുന്നില്ലേ? അത് അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനവും കൂടി പങ്കുവഹിച്ചുകൊണ്ട് അതിനൊരു ഐക്യ രൂപമുണ്ടാക്കാൻ വളരെ ബോധപൂർവമായ ശ്രമം ഈ കോഴിക്കോട് ആസ്ഥാനമായി തന്നെ നടത്തിയിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് മുജാഹിദുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് വരുന്നു. ആ വ്യത്യസ്ത അഭിപ്രായം വരുമ്പോൾ അവിടെ ഒരൊറ്റ മാനദണ്ഡം പഠിച്ചാൽ അഭിപ്രായ വ്യത്യാസം തീരും. നമുക്കറിയാം ആ അഭിപ്രായ വ്യത്യാസം മുഖ്യമായും ഉള്ളത് കേരളത്തിലെ മർക്കസ് ദഅവ വിഭാഗത്തിലാണ്. മാസപ്പിറവി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക മാത്രമല്ല അവരുടെ വിഭാഗങ്ങൾ തന്നെ അത്യാവശ്യ ഘട്ടത്തിലോ ഞാൻ പേര് പറഞ്ഞു, സംഘടനയുടെ പേര് പറഞ്ഞത്, ആ വിഷയം മനസ്സിലാകാൻ. അപ്പോൾ അവിടെയും അടിസ്ഥാനപരമായ പരിഹാരം ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ അത് പറഞ്ഞ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും എങ്ങനെ മനസ്സിലാക്കി എന്ന രീതിശാസ്ത്രം മനസ്സിലാക്കിയാൽ ആ സംഘടനക്കുള്ളിൽ ഈ വിഷയത്തിൽ ഐക്യമുണ്ടാകും. മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഈ വിഷയത്തിൽ ഐക്യമുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായി നാം ഈ ഒരു ഉരക്കല്ലിനെ മാനദണ്ഡത്തെ മനസ്സിലാക്കണം. ഈ ഉരക്കല്ല് തെറ്റിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു വയക്ശിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അതെ, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, ഗതികെട്ടവൻ അവനെ വിളിച്ചാൽ ആ വിളിക്കുന്നവൻ ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? അവൻ്റെ ബുദ്ധിമുട്ടിനെ നീക്കിക്കൊടുക്കുകയും സാധാരണമായ ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ ആരാണ്? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഇലാഹും അല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ ഇലാഹുണ്ടോ? അപ്പോൾ അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, ഗതികെട്ടവൻ അവനെ വിളിച്ചാൽ ആ വിളിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? അതാരാണോ അത് ഇലാഹാണ്. അതാരാണോ അത് ഇലാഹാണ്. അതാണ് ചോദ്യം. ഇലാഹും അല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ ഇലാഹുണ്ടോ? വളരെ സിമ്പിളാണ്. ഇസ്ലാമിന്റെ തൗഹീദ് വളരെ സിമ്പിളാണ്. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി രക്ഷിക്കാനും ശിക്ഷിക്കാനും റബ്ബിനെ കഴിയൂ. എന്താ കാര്യകാരണം? നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ അതിന് കാര്യം വേണം, കാരണം വേണം. എന്നാൽ ഇപ്പോൾ ഒരു മഴ പെയ്യിപ്പിക്കാൻ, ഇപ്പൊ നമ്മളൊക്കെ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ ഒരാൾക്കേ കഴിയൂ. ഇവിടെ അതൊരാൾക്കേ കഴിയും. അത് ലോകത്ത് പടച്ചോനല്ലാതെ ഒരുത്തനും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. വിവാഹമാകുന്ന കാരണത്തിൽ ഏർപ്പെടാൻ കഴിയും, കുട്ടിയുണ്ടാകാൻ. എന്നാൽ വിവാഹം നടക്കാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ പടച്ചോന് കഴിയും. കാര്യവും വേണ്ട, കാരണവും വേണ്ട. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം, അതാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ജനനം. വളരെ വ്യക്തം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഭൗതികം അഭൗതികം ചർച്ചകളൊക്കെ. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ നമുക്ക് മറുപടി പറഞ്ഞു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നിന് നമ്മളെ സഹായിക്കാൻ പറ്റും, മലക്കിന് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്നിട്ട് ആയത്താ ഓതിയത്. അവിടെ നമ്മൾ പോയി മറുപടി പറഞ്ഞു. നെല്ലിക്കുത്ത് മുസ്ലിയാരെ, ഈ ആയത്ത് ആദ്യമായി ഓതിയതാരാ? അത് കേട്ടതാരാ? അവർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ സഹോദരങ്ങളെ, വ്യക്തമാണ് വിഷയം. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയം നിങ്ങൾ ജിന്നിനെ പറ്റി എന്തോന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറയും. നിങ്ങൾ എത്തുന്ന കേൾക്കണ്ടേ? നിങ്ങൾ ഇവിടെ വന്നല്ലോ, ആ നിലക്ക് നിങ്ങൾ അതിനെ പറ്റി ഒന്ന് പറയണം. വ്യക്തമാണ്. ഞാൻ ഇന്ന് ഹുത്ബ പറഞ്ഞ ആളാണ്. രണ്ടാമത്തെ ഹുത്ബയിൽ വിഷയം കാസർഗോഡ് നടന്ന ജിന്നുമ്മയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിൽ വ്യക്തമായി ഞാൻ പറഞ്ഞു, നമ്മളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ ജിന്നെ കാക്കണേന്ന് വിളിക്കണമെന്നില്ല, ജിന്നെന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേന്ന് വിളിക്കണമെന്നില്ല, ജിന്നെന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി, ശിർക്കാണ്. ഒരാള് ഒരു പൊരന്റെ പുറത്തും താഴോട്ട് വീഴാണ്.
അങ്ങനെ വീഴുന്ന സന്ദർഭത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണമെന്ന് വിളിച്ചു ശിർക്ക. വേറൊരാൾ വിളിച്ചില്ല, മൊഹീദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കുന്നതായിട്ട് വിശ്വസിച്ചു. ശിർക്കാണ് സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല. ദുആയുണ്ടോ എങ്കിൽ അത് ശിർക്കാകും, അത് ഇബാദത്താകും. അതാണ് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. പിന്നെ ഇന്നത്തെ വിവാദം എങ്ങനെ ഉണ്ടായതാ? ഇന്നത്തെ വിവാദം ഉണ്ടായത് സാധാരണക്കാർ ചർച്ച ചെയ്യേണ്ടതില്ലാത്തൊരു വിഷയത്തെ സാധാരണക്കാരിലേക്ക് കൊണ്ടുവന്നു. ആദ്യം അത് കൊണ്ടുവന്നതാരാ? ഷിയാക്കളാണ്, സൂഫികളാണ്. അവർക്കല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തെളിവുമില്ല. അപ്പൊ അവർ ലൈഫായ ഹദീസ് കൊണ്ടുവന്നു. യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടുവന്നു. അന്നൊക്കെ അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ മറുപടി പറഞ്ഞു. അതിന്റെ ബാക്കി നമ്മളെ നാട്ടിലുണ്ടല്ലോ. 1971 പയ്യോളിൽ നിന്ന് ഒരു മുലിയാര് ചോദിച്ചു, യാ ഇബാദല്ലാ എന്ന് ഹദീസില്ലെന്ന്. ചോദിച്ചത് ആരോടാ? KJE പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ഉമർ മൗലവിയോട്. ഉമർ മൗലവി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, യാ ഇബാദല്ലാ ആയിരുന്നുള്ളത് നമ്മൾ തർക്കമുള്ള വിഷയമല്ല. ആ വിളിയിൽ അഭൗതികതയില്ല. മൊയ്തീൻ ഷെയ്ഖയെ രക്ഷിക്കണമെന്ന് വിളിക്കുമ്പോൾ വിളിയതല്ല. സൽസബീൽ മറുപടി കൊടുത്തു. 2001 ഷബാബ് അതേ മറുപടി പറഞ്ഞു കൊടുത്തു. 2004 നമ്മുടെ മണ്ണാർക്കാട് സംവാദം, മാളിയേക്കൽ സഖാഫി രംഗം വിട്ടുപോയ സംവാദം, ആ സംവാദത്തിൽ വിഷയ ഇസ്തിഹാസയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു തെളിവില്ല. അവസാനം മുസ്ലിയാര് കച്ചിത്തുരുമ്പെടുത്തു, യാ ഇബാദല്ലാ ഐനൂനി ഹദീസില്ല മൗലവി. അപ്പൊ സക്കരിയ സ്വലാഹി അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദിയിൽ എല്ലാവരും ഉണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവി ഉണ്ട്, കിതാബ് എടുത്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും മുപ്പരിനാ മുമ്പിലുള്ളത്. അനസ് മൗലവി ഉണ്ട്, അതേപോലെ തന്നെ അനീഫ് കായക്കോട് ഉണ്ട്, അപ്പുറത്ത് DK അഷ്റഫ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഫൈസൽ മൗലവി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി തീരുമാനിച്ചു വന്നതാ. ഒരു ഹോംവർക്ക് നടത്തിയിട്ട് ആ സംവാദത്തിന് വന്നത്. വെറുതെ സക്കരിയ സ്വലാഹി സംസാരിക്കല്ല. അവിടെ ഇതൊക്കെ വരുന്നവർക്കറിയാം. അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി അതിൽ വരാവുന്ന ചോദ്യങ്ങൾ മറുപടികളൊക്കെ സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടി എന്താണോ ഷബാബ് പറഞ്ഞ മറുപടി, എന്താണോ ഉമർ മൗലവി പറഞ്ഞ മറുപടി, അതേ മറുപടി സക്കരിയ സ്വലാഹി പറഞ്ഞു. മുസ്ലിയാരെ, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ദഈഫാണ്. നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ ഇത് നെറ്റ് കിട്ടും, ഒറ്റയടി അടിച്ചു കൊടുത്താൽ മതി, ആ ഭാഗം മാത്രം കിട്ടും. നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ട്. അതിലുണ്ട് ഖുർആനും സ്വഹീഹ് ഹദീസും. നിങ്ങൾ ഇതേപോലെയുള്ള ലൈഫായ ഹദീസ് കൊണ്ടുവരാതിരിക്കാൻ അങ്ങനെ എഴുതി വെച്ചത്. അവിടെ സക്കരിയ സ്വലാഹി നിർത്തിയില്ല, തുടർന്നു. ഇനി ആ ഹദീസ് സ്വഹീഹ് ആണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ തമ്മിലുള്ള തർക്കത്തിലുള്ള വിഷയത്തിൽ അതിൽ തെളിവില്ല. എന്തിനാണ് ആ പദം പറഞ്ഞത്? മൗലവി ഹദീസ് ലൈഫാണ്. നമ്മൾ വ്യവസ്ഥ എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഖുർആനും സ്വഹീഹായ ഹദീസും. പിന്നെ നിങ്ങൾ ഇത് ഉദ്ധരിക്കാതിരിക്കാനാണ്. എന്നിട്ട് പറയുന്നു, ഇനി ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ അതിൽ തെളിവില്ല എന്ന് എന്തിന് സക്കരിയ സ്വലാഹി അവിടെ പറഞ്ഞു? അത് അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹം പഠിച്ച അഹ്ലുസുന്നയുടെ ആശയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഘട്ടത്തിൽ ഈ ഹദീസ് ലൈഫാണ് എന്ന് മനസ്സിലാക്കാത്തൊരു ഘട്ടത്തിൽ ഈ ഹദീസ് വെച്ച് മഹാന്മാരായ ചില പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ ഇമാമുസുന്ന എന്ന ഇമാം അഹ്മദ് ഹംബലിനെ പോലുള്ള ആളുകൾ ആ ഹദീസ് വെച്ച് അമൽ ചെയ്തിട്ടുണ്ട്. അത് മുസ്ലിയാർ ഉദ്ധരിക്കും. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ എന്ന് ചോദിക്കണ്ട. അവര് സ്വഹീഹാന്ന് വിചാരിച്ചെങ്കിൽ അവർക്ക് തൗഹീദ് അറിയാത്തോലല്ല, ഒരിക്കലും ആ വിളി അവർ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുപടി അല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയം എന്ന് സൂഫികൾ കൊണ്ടുവന്നോ അന്നു മുതൽ പറയുന്ന മറുപടിയാണത്. ഈ തർക്കം സാധാരണക്കാരിലേക്ക് എത്തിച്ചപ്പോൾ ചില ആൾക്കാർ ഇതുവരെ മൂപ്പര് പറഞ്ഞൊക്കെ മനസ്സിലായി, ഇനി മൂപ്പര് ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തോ. ആ അവസ്ഥയിൽ സാധാരണക്കാരെ എത്തിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം കേരളത്തിൽ നടന്നപ്പോൾ സാധാരണക്കാരിൽ വസ്വാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായ ആ വസ്വാസ് തിരുത്തി കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അതല്ലാതെ ജിന്നിനോടുള്ള ഒരു വിളിയോ ഒരേർപ്പാടും പറ്റൂല. ഒരേർപ്പാടും ദുആ ഉണ്ടോ ഇബാദത്തായി, പ്രാർത്ഥനയായി. ദുആ അല്ലേ അത് ഹറാമാണ്, കൃത്യമാണ്. വഹീദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടു പോയി. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ സഹോദരങ്ങളെ? എടുത്തും വലുത്തും ഓരോ മലക്ക് എഴുതി വെക്കുന്നില്ലേ? എൻ്റെ സാന്നിധ്യത്തിൽ ഒരു ജില്ലുണ്ട്, ആ ജിന്നത് കേൾക്കൂലേ? എന്നാൽ മരണപ്പെട്ടു പോയൊരു വ്യക്തി അത് കേൾക്കൂ, വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് കൊണ്ടുവന്ന് 2002 മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു പിളർപ്പുണ്ടായപ്പോൾ ബഹുമാന്യനായ APAയും TPയും ജിന്ന് സേവയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ്
ഒരു പുതിയ വാദം, ഒരു ശിർക്കാരോപണം, ജിന്നൂരികൾ എന്ന വിളി, ജിന്നുവാദികൾ എന്ന വിളി നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ പേര് പത്രസമ്മേളനം നടത്തിയത് ആരാണ്, ഏത് അതൊന്നും നമ്മളെ വിഷയമല്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് സംഘടനാവശമായിത്വം വരും. അന്ന് ആരോപിച്ച വിഷയമാണിത് സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് വിഷ്ണക്കാർ വന്നിട്ട് എന്താ ജിന്നിനെ കുറിച്ച് പറഞ്ഞത്? ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണെന്നാ പറഞ്ഞത്. ഒരു സംശയ കാര്യത്തിലില്ല. ഇത് ആരോപിക്കുന്നവർക്കും അറിയാം. ആരോപിക്കില്ല അങ്ങനൊന്നുമില്ല, കിടക്കട്ടെ, ഓരോ സൈഡാക്കാൻ പതിവ് സൈഡാവൂല. കാരണം തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഒരേർപ്പാടും പറ്റില്ല നമ്മൾ പറയുന്നത്. ഈ കാസർഗോഡ് ഇപ്പം വിവാദം ഉണ്ടായ സ്ഥലം, ആ സ്ഥലത്ത് പോയി DYSPയോട് ഞങ്ങൾക്ക് ഇതിനെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാ ചോദിച്ചത്? അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാ. കാരണം കാസർഗോഡ് കാഞ്ഞങ്ങാടിന്റെ ഉൾപ്രദേശമായ ആ പ്രദേശത്ത് പോയി ഞെളിഞ്ഞു നിന്ന് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരെയും വേദിയിലിരുത്തി ആ ജിന്നുമ്മക്കെതിരെ കൃത്യമായി സംസാരിക്കാൻ നമുക്ക് കഴിയും. ഒരു സംശയ കാര്യത്തിലില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കൺഫ്യൂഷനുകളിൽ പെട്ടു പോകരുത്. ശിർക്കാരോപിച്ചാൽ, ശിർക്ക് ചെയ്യാത്ത ഒരാളുടെ മേൽ ശിർക്കാരോപിച്ചാൽ ആരോപകനിലേക്കത് തിരിച്ചു വരും. ആരോപകനിലേക്കത് തിരിച്ചു വരും. അതാണ് ഇന്ന് കാണുന്നത്. എന്തേ? ജിന്നോ മലക്കോ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അവർ ശിർക്കിലും കുഫ്റിലും എത്തി. എഴുതി വെച്ചതാണ്, എവിടെയെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ മനസ്സിലേക്ക് സംഘടനാപരമായ വിഷയം, നമ്മളെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മളെ അത് വരാതിരിക്കാനാണ്. അപ്പൊ ജിന്നോ മലക്കോ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും. അപ്പൊ ചോദ്യം, ബദറിൽ മലക്ക് സഹായിച്ചിട്ടില്ലേ? ആയത്തില്ലേ? ഉത്തരം, ബദറിൽ മലക്ക് യുദ്ധം ചെയ്തിട്ടില്ല, മലക്ക് ഇറങ്ങിയിട്ടില്ല. അത് ആലങ്കാരിക പ്രയോഗമാണ്. നമ്മുടെ ജില്ലയിലെ എളേറ്റിൽ വട്ടോളി പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ വെച്ച് ഒരാൾ ഹുത്ബ പറയുന്നു. അദ്ദേഹം പറയുന്നു, ബദറിൽ മലക്ക് ഇറങ്ങിയിട്ടില്ല കൂട്ടരേ. അദ്ദേഹം മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹത്തിന്റെ സംഘടനക്കാർ പറഞ്ഞു, അടുത്ത ആഴ്ച മൗലവി ഇങ്ങോട്ട് വരണ്ട. ഈ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല കൂട്ടരെ എന്ന് ഈ ഹത്തീബിന് കിട്ടിയ വിവരം എവിടുന്ന്? ഇല്ലാത്ത ശിർക്ക് അന്ന് APക്കെതിരെ TPക്കെതിരെ മുജാഹിദികൾക്കെതിരെ ആരോപിച്ചപ്പോൾ അത് തിരിച്ചു വന്നു. മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാത്തന്നെ ശിർക്ക, ഇവിടെ സഹായിച്ചെന്ന് വ്യക്തമായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും സഹോദരങ്ങളെ? വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പരിപാടി വെക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ അല്ലല്ല സിഹിറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? 5 മിനിറ്റ് കൊണ്ട് തീരും. സിഹിർ മഹാപാപമാണ്, ചെയ്യാൻ പറ്റില്ല, ചെയ്യിപ്പിക്കാൻ പറ്റില്ല, പകരം ചെയ്യാൻ പറ്റില്ല, കുഫ്റാണ്. അതാണ് വാദം. സിഹിർ ഉണ്ടോ? സിഹിറിനൊരു സംഭവം ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. എവിടാ തെളിവ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 101, 102 ആയത്തുകൾ എടുത്തോ. സൂറത്ത് ബഖറ അവസാനത്തെ അധ്യായങ്ങൾ സൂറത്തുൽ ഫലക്ക് നാസ് എടുത്തോ. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ വിഭാഗങ്ങളും വിതരണം ചെയ്യുന്ന പരിഭാഷയാണ് മുഹമ്മദ് മാനുവലിന്റെ പരിഭാഷ. ആ പരിഭാഷ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്? അതിന് യാഥാർത്ഥ്യം ബുഖാരി മുസ്ലിം ഹദീസ് ഉണ്ട്. ഷബാബിൽ 2005 ബഹുമാനായ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മുസ്ലിം എന്ന കോളത്തിൽ ഫത്വ കൊടുത്തു. സ്വഹീഹായ ഹദീസുകൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് നിഷേധിച്ചാൽ അത് പരലോകത്ത് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, എന്തിനാ റസൂലുള്ള നാലില്ലാത്തൊരു മനുഷ്യന്മാരെന്നെ നിങ്ങൾ റസൂലുള്ളാക്ക് സിഹർ വലിച്ചു എന്നല്ല നിങ്ങൾ പറയുന്നത്? സഹോദരങ്ങളെ, എന്തിനാണ്? പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചു. റസൂലുള്ളയുടെ ഭാര്യയും റസൂലുള്ളയും കൂടി വരികയാണ് മദീനയിലേക്ക്. സഫ്വാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ അതാ പരക്കുന്നു കാട്ടുതീ പോലെ. വിശ്വാസികൾ പോലും അത് വിശ്വസിച്ചു പോയി. വഹി ഇങ്ങനെ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വഹി ഇറങ്ങിയോ? വഹി ഇറങ്ങില്ല. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, ഒരു മാസം കഴിഞ്ഞിട്ടില്ല, ഒരു മാസവും കഴിഞ്ഞിട്ടാ വഹി ഇറങ്ങുന്നത്. എന്തിനാ അല്ലാഹ് അങ്ങനെ താമസിപ്പിച്ചത്? സ്വഹാബികൾ അവരുടെ മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലല്ലേ മുനാഫിക്കുകളും യൂതന്മാരും ആരോപണം ഉന്നയിക്കുന്നത്? പിന്നെ ആയത്തിറങ്ങി, എന്തുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഖൈർ വിചാരിച്ചില്ല എന്ന് സൂറത്തു നൂറിലൂടെ ആയത്ത് വന്നു. അപ്പൊ അവിടെ എന്താ? ഖിയാമത്ത് നാൾ വരെ സൂറത്തു നൂർ ഓതുന്ന മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കണം, റസൂലുള്ളാഹിക്ക് വൈബറിയില്ല, സ്വഹാബത്തിനും വൈബറിയില്ല. ആ വലിയ പാഠം അതിൻ്റെ ഉദ്ദേശത്തിലൊന്നാ.
ഇതേപോലെ സിഹിർ എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, തിരുഹദീസ് പഠിപ്പിച്ച ഒരു കാര്യം ഒരു വ്യക്തിക്ക് വന്നാൽ ആ വ്യക്തി എന്ത് ചെയ്യണമെന്ന് റസൂലുള്ള പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ബുഹാരി മുസ്ലിം ഹദീസിൽ വ്യക്തമായി 2 മലക്കുകൾ വരുന്നു, അവർ നിൽക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. ഇന്നാളാണ് ചെയ്തത്, ഇന്ന കിണറ്റിലാണ് കൊണ്ടിട്ടത്, അത് റസൂലുള്ള കേൾക്കുന്നു, അത് എടുത്തു മാറ്റാൻ പറയുന്നു. സൂറത്തുൽ ഫലഖുൻ നാസ് ഓതുന്നു. കഴിഞ്ഞു. ചില ആൾക്കാർ ഒരു മാസങ്ങളോളം ആഴ്ചകളോളം റസൂലുള്ളാഹിക്ക് വ്യാഖ്യാനിക്കണ്ടേ. ഞാൻ പറഞ്ഞിട്ട് സഹോദരങ്ങളെ, നിഷേധിക്കണ്ട, സിഹിർ നിഷേധിക്കണ്ട, സിഹിർ ചെയ്യാനും പോവണ്ട, ചെയ്യിപ്പിക്കാൻ. അപ്പൊ അന്ധവിശ്വാസവും വേണ്ട, ഹദീസ് നിഷേധവും വേണ്ട. ഇനി സഹോദരൻ എപ്പോഴാൾ ചോദിക്കുക, അല്ല ഒരാൾക്ക് സിഹിർ വലിച്ചെന്ന് എങ്ങനെ മനസ്സിലാവുക? വലിയ ചോദ്യമാണ്. മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കെ മൗലവി പറഞ്ഞത്, ജിന്നുബാധയോ സിഹിർബാധയോ ഉണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്ന പക്ഷം, അങ്ങനെ തോന്നുകയാണ്, എന്തോ അങ്ങനെ ഉണ്ടായോ, നേരെ വണ്ടി എടുത്തിട്ട് തങ്ങളെടുത്ത് പോണ്ട, നേരെ ഷെയ്ഖിന്റെ പള്ളിയിൽ പോണ്ട, നരകത്തിലെത്തിപ്പോകും. ഇത് ഇബ്ലീസിന്റെ കളിയാ. ഓനെ സൃഷ്ടിച്ച പടച്ചോനുണ്ട്, പടച്ചോനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പടച്ചോനോടങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ എന്താവും? ഹദീസ് നിഷേധം അന്ധവിശ്വാസത്തിലെത്തിക്കും. എനിക്കിങ്ങനെ ഒന്നുണ്ടായി, ഞാനിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഇല്ലാന്നാ വരുന്നത്. പിന്നെ ഞാൻ ഭാര്യ പറഞ്ഞാട്ട് പോയി നോക്കി. ഈ പോയി നോക്കൽ എവിടെ നിന്ന് ഉണ്ടാവുക? നിഷേധിച്ചാൽ. അപ്പോൾ അന്ധവിശ്വാസവും വേണ്ട, നിഷേധവും വേണ്ട, വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വിവാദ വിഷയങ്ങൾ ലൈവാക്കി നിർത്തേണ്ട ഘട്ടമല്ല ഇത്. എവിടെ എത്തിന്നറിയോ? പാട്ട് പാടുകയാണ്, CM പടച്ചോനല്ല എന്ന് ആരാ പറഞ്ഞത്? കാണിച്ചരാ. CM പടച്ചോനാണോന്ന് ആർക്കും സംശയമുണ്ടോ? കാണിച്ചരാന്ന്. എവിടെ? മക്ക മുശ്രിക്കുകളെ, നിങ്ങളെയും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭാരതಕ್ಕೆ അങ്ങോട്ട് വരാ. നിങ്ങൾ അല്ല കൊടുത്ത കഴിവെന്നല്ല നിങ്ങളെ വിശ്വാസം, ഞങ്ങളെ CM പടച്ചോൻ തന്നെയാണ്. എന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? അദ്ദേഹം ഇങ്ങനെ കബർന്ന് വിമാനം ഇങ്ങനെ മര്യാദയ്ക്ക് പോകാൻ കാരണം മൂപ്പരിങ്ങനെ നിയന്ത്രിക്കുന്നതുകൊണ്ട് അല്ലെ കൂട്ടി പോകും. വിമാനത്തെ നിയന്ത്രിക്കുന്നത് കബറിന്റെ ഉള്ളിൽ നിന്നാണ്. ഷെയ്ഖിനെ നിസ്കരിക്കാൻ കാണുന്നില്ല. അപ്പതാ മക്ക ഹറമില് ഷെയ്ഖ് ഇമാമ് നിന്നു. മക്കയില് ഈ ഭരണങ്ങൾ തുടങ്ങിയ ശേഷം ഓരോ ദിവസവും ഇമാമെന്ന ആൾക്കാരെ ലിസ്റ്റ് ഉണ്ട്. എന്നാ അടുത്ത ഇമാമ് മാറുന്നത്? കഴിഞ്ഞില്ലേ കഥ? ഈ പൊട്ടപ്പോയത്തെ അഭ്യസ്ത വിദ്യയിൽ വിശ്വസിക്കുകയാണ് സഹോദരങ്ങളെ. വിവരണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 3 ഘട്ടങ്ങളിൽ ക്യാമ്പയിൻ നടത്തി. 3 ഘട്ടങ്ങളിൽ ആ മടവൂരിൽ, സാക്ഷാൽ മടവൂരിൽ ജാറത്തിന്റെ തൊട്ടിപ്പുറത്ത് 100 കണക്കിന് ആളുകളെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട, സീമിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾ പ്രസംഗിച്ചു. എൻ്റെ പിന്നെ ചെറിയൊരു മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദിവ്യത്വവും ഇല്ല എന്ന് അവിടെ വെച്ച്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് സമൂഹത്തോട് പറയും സീറ് ജിന്ന് സീറ്, എന്താ മനുഷ്യന്മാർ, വേറെ പരിപാടിയൊന്നുമില്ല, ഇതെന്നെ പറഞ്ഞു കൊടുക്കുക. മുമ്പ് ഒരാൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ കലക്ഷൻ നടത്തുകയാണ്. അപ്പോൾ 10 ഉറുപ്പ്യ എടുക്കാൻ വിചാരിച്ചു, 50 ഉറുപ്പ്യ എടുത്തു. എന്താ കാര്യം? മൂപ്പര് തുണി പൊക്കി നോക്കുമ്പോൾ ഭയങ്കര ദ്വാരം കാലിൻ്റെ അടുത്ത്. എൻ്റെ അമ്മോ, ഇയാളെ കാലിന് ഭയങ്കര ദ്വാരമാണല്ലോ, 50 കൊടുത്തു. അപ്പോൾ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത്, നിങ്ങൾ അടുത്ത ബുധനാഴ്ച എൻ്റെ ക്ലിനിക്കിൽ വരണം, നിങ്ങൾ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ ഉപയോഗിച്ചു. പിന്നെ ഞാനെങ്ങനെയാണ് ജീവിക്കുക? ഈ ജിന്നു സീറുള്ള ഞാൻ എങ്ങനെയാ ജീവിക്കുക? സഹോദരങ്ങളെ, ജീവിക്കാൻ തൗഹീദുണ്ട്, ജീവിക്കാൻ സുന്നത്തുണ്ട്. പ്രമാണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഉദ്ഘാടന സംസാരത്തിൽ പറഞ്ഞില്ലേ, പുതുതലമുറയിലേക്ക് ലിബറലിസം കടന്നു വരികയാണ്. ആ ലിബറലിസത്തെ അങ്ങാടിയിൽ വെച്ച് നേരിടാൻ ഏതെങ്കിലും ഒരു മതത്തിന് സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ദൗത്യമേറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഞാനിവിടെ ജിന്നും സീറും പറഞ്ഞത്, ഇവിടെ ഒരു പരിപാടി വെച്ചിട്ട് അതുമാത്രം ഉണ്ടില്ലല്ലോ എന്ന് വിവാദങ്ങൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വശം, എൻ്റെ ആശയം, ഈ കൂട്ടായ്മയുടെ ആശയം എന്നിലൂടെ ജനങ്ങൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ മാറും എന്നൊരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് തൗഹീദി പ്രഭാഷണങ്ങൾ നാട്ടിലുടനീളം സംഘടിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവിടെ സോഷ്യൽ മീഡിയ കൈയടക്കുമ്പോൾ നമ്മുടെ യുവാക്കളെ അങ്ങോട്ട് തിരിച്ചുവിടണം. എന്നിട്ട് അവർക്കത് പഠിപ്പിക്കണം. മാർച്ച് 15 ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ ഐക്യകണ്ഠമായി അംഗീകരിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം പേടി ഉണ്ടാക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ സമ്മതിച്ചു. ഇസ്ലാമിനെ പറ്റി ഭീതിപ്പെടുത്തുക,
ആ ഭീതിപ്പെടുത്തുന്ന ഈ ലോകത്ത് ഇസ്ലാം ശാന്തിയാണ്, സമാധാനമാണ്, ഖുർആനും ഹദീസും നമ്മളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധനാക്കുന്നു. എൻ്റെ പാപത്തിന് ഞാൻ തന്നെ മറുപടി പറയേണ്ടി വരും, എൻ്റെ അമലുകളെ എനിക്കുണ്ടാകൂ. എന്നാൽ അന്ധവിശ്വാസം കയറിയാലോ, എന്നെ രക്ഷിക്കാൻ മൊയ്തീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ബദരീങ്ങളും എല്ലാവരും കൂടി തല്ലൂടും. പരലോകത്ത് നമ്മളാണല്ലേ വരുന്നത്, എല്ലാവരും കൂടി കൂട്ടി സ്വർഗത്ത് കൊണ്ടുപോകാൻ തല്ലൂടുന്ന മുരീദൂകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അതെ, ഇതിങ്ങനെ നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് പാടുകയാണ്. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നെന്നും നല്ലവൻ ഞാനൊന്ന് ചൊന്നോവർ. അതെ, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നെന്നും നല്ലവനായി ഞാനുണ്ട് എന്ന് ഷെയ്ഖു പറഞ്ഞു എന്നാണ്. അപ്പോൾ അവർക്ക് ഒരു അവരുടെ വ്യാജ സുരക്ഷിതത്വ ബോധമാണ്. അവിടെ ഒരു ഷെയ്ഖും ഉണ്ടാവില്ല. ഈ നിസ്കരിച്ചില്ല പരലോകത്തേക്ക് കുടുങ്ങും, ഒരു തങ്ങളും എൻ്റെ നിസ്കാരം ഏറ്റെടുക്കൂല. അങ്ങനെ ഒരു മനുഷ്യനെ പൂർണ്ണ സുരക്ഷിതത്വത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഉജ്ജ്വലമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്നത് തസ്ഫിയാണ്. മുജാഹിദ് യുവജന വിഭാഗം ഏറ്റെടുത്ത ഈ തസ്ഫിയ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞു. പുതിയ പ്രദേശങ്ങളിലേക്ക് പോയി ജനങ്ങളെ ഉക്കാദ് ചന്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു നിൽക്കുന്ന കല്ലിന്റെ മുകളിൽ കയറി, ജനങ്ങളെ നിങ്ങൾ പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ, ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ ആ പണി സഹോദരങ്ങളെ നമ്മൾ മാത്രമേ നിർവഹിക്കാനുള്ളൂ. ആരാധനയിലേക്ക്, പച്ചയായ വിഗ്രഹാരാധനയിലേക്ക് മുസ്ലിം സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.